ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മളെ ഇന്നത്തെ പ്രൊഡക്റ്റ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ് നമ്മളെല്ലാവരും. കാരണം ഇന്ന് നമുക്ക് ഒരു സെഷൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തി നമ്മളെല്ലാവരും പ്രിയങ്കരനായ രാഘവൻ സാറാണ്. അതിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് ഈ ഒരു മേഖലയിൽ, വെൽനസ് മേഖലയിൽ ഏകദേശം 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ നമുക്കറിയാൻ പറ്റും എത്രത്തോളം നമുക്ക് ഗുണകരമാവും ഇന്നത്തെ ഒരു സെഷനുകൾ. എല്ലാവരും ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാൻ തയ്യാറാവുക. അതിനു മുന്നേ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്ത് അവരോട് പെട്ടെന്ന് കയറാൻ പറയുക. കാരണം ഈ സെഷൻ കഴിയാനാവുമ്പോഴേക്കും നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരെയും കൂടെ ഇൻവൈറ്റ് ചെയ്ത് നല്ലതായിരുന്നു വയ്ക്കുന്നത്. ഇത് നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെയും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന്റെയും ആരോഗ്യം നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. കാരണം ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് ഹൃദയാഘാതം വരുന്നത്, ഇന്ന് ചെറുപ്പക്കാരിൽ പോലും ഹൃദയാഘാതം വരുന്നത്, അതിനെ നമുക്ക് എങ്ങനെ സംരക്ഷണം നേടാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു സെഷനാണ്. അത് വളരെ വണ്ടർഫുൾ ആയിട്ട് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. എല്ലാവരും നോട്ടും ബുക്കും ആയിട്ട് എഴുതി വെക്കുക, കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ അധികം സമയം കളഞ്ഞില്ല, സാറിന് കുറെ സമയം അധികം വേണ്ടതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ രാഘവ സാർ ഇൻവൈറ്റ് ചെയ്യുന്നത്. വെൽക്കം രാഘവ സാർ. ഹലോ, കേൾക്കാം? കേൾക്കാവോ? ഓക്കെ. ഹലോ. ഓക്കെയാണ് സാർ, ഓക്കെയാണ്. ഓക്കെ. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കാവോ? കേൾക്കാം കേൾക്കാം. ഇടയ്ക്ക് ബ്ലൂടൂത്ത് പണി പറ്റിക്കുന്നുണ്ട്. ഹലോ. കേൾക്കാം കേൾക്കാം. ഹലോ. പെർഫെക്റ്റ് പെർഫെക്റ്റ്. അത് ഒഴിവാക്കാം, കുഴപ്പമില്ല, തൽക്കാലം ഒഴിവാക്കുകയും ചെയ്യാം. ഓക്കെ, വെൽക്കം ഓൾ, വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു സെഷൻ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് നമുക്ക് ഒരുപാട് കേസുകൾ, ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ കേസുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ജിമ്മില് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു, ചെറുപ്പക്കാരിൽ ഒരുപാട് ഹൃദയാഘാതം. നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അങ്ങനത്തെ ന്യൂസ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കണം. എസ്പെഷ്യലി ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ കുഴഞ്ഞു വീണ്, ചെറുപ്പക്കാരൊക്കെ കുഴഞ്ഞു വീണ് മരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് പോലെയാണ് പല സോഷ്യൽ മീഡിയാസും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് നമ്മൾ ജിമ്മിൽ പോയിരിക്കൊന്നുമില്ല, നമ്മൾ ഡെയിലി ജിമ്മിൽ പോയിരിക്കും, യാതൊരു സംശയമില്ല. ഓക്കെ, എന്താണ് ഇതിന്റെ റീസൺ? ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മളിപ്പോ ഞാൻ ഇങ്ങനത്തെ ഒരുപാട് ഡോക്ടേഴ്സിന് സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകാറുണ്ട്. പല ഹോസ്പിറ്റൽസിലും ഒക്കെ ഇങ്ങനെ ജിമ്മിലൊക്കെ വരുന്ന ആൾക്കാർ, പല ആൾക്കാരും പല ഡോക്ടേഴ്സിന് സെമിനാർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പല സൺഡേസും വിളിക്കാറുണ്ട്. ഞാൻ പല സെമിനാറുകളും അറ്റൻഡ് ചെയ്യാൻ പോകാറുണ്ട്. അതിലൊരു 80% സെമിനാറും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റ്, ഏതെങ്കിലും കാർഡിയോളജിസ്റ്റ് ഒക്കെ ആയിരിക്കും സെമിനാർ നടത്തുന്നത്. അവർ മെയിനായിട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഡോക്ടർക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം പറയുക എന്താ, ഉപ്പിന്റെ അളവ് കുറയ്ക്കണം, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യണം, പഞ്ചസാര അളവ് കുറയ്ക്കണം, പറ്റുമെങ്കിൽ പഞ്ചസാര ഒഴിവാക്കണം, പിന്നെ അന്നജാഹാരം കുറയ്ക്കണം, കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കണം, വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കണം, നന്നായിട്ട് 6-7 മണിക്കൂർ കിടന്നുറങ്ങണം, സ്ട്രെസ് കുറയ്ക്കണം, അത്യാവശ്യം വ്യായാമം, നടക്കുക, ഓടുക, ചാടുക, അത്യാവശ്യം എയറോബിക് എക്സസൈസ് അല്ലെങ്കിൽ യോഗ, സ്വിമ്മിങ്, ജോഗിങ്, സം സോർട്ട് ഓഫ് എക്സസൈസ് ഒക്കെ ചെയ്യണം എന്നാണ് സാധാരണ രീതിയിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാറ്. ശരിയല്ലേ? ഈ വക കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം, BP കൺട്രോൾ ചെയ്യണം അല്ലെ. LDL കൊളസ്ട്രോൾ ഒരു 6 മാസം കൂടുന്നവരെങ്കിലും ചെക്ക് ചെയ്യണം, ട്രൈഗ്ലിസറൈഡ് ചെക്ക് ചെയ്യണം. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ സംഗതികളെല്ലാം നോക്കിയിട്ടും സ്ട്രെസ് കുറഞ്ഞ, നല്ലോണം കടന്നുറങ്ങുന്ന, നല്ല ഭക്ഷണം കഴിക്കുന്ന, എന്താ പറയുക, ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ, ചെറുപ്പക്കാരിൽ പോലും ഹൃദയാഘാതം വരുന്നുണ്ട്. ശരിയല്ലേ? അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ സംസാരിക്കുക എന്നുള്ളതല്ല. ഇന്നത്തെ സെഷൻ ഒരു PV ബേസ്ഡ്, ഇന്ന പ്രൊഡക്റ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ എന്തായാലും ആയിരിക്കില്ല എന്നുള്ളത് 100% ഉറപ്പ്. അത് നിങ്ങൾക്ക് ആദ്യമേ ഞാൻ പറയാം. അപ്പം എന്താ ഇങ്ങനെ പറഞ്ഞു പോയത് എന്ന് പറയരുത്. കാരണം ആദ്യം എവിടുന്നാണ് ആരോഗ്യം തുടങ്ങേണ്ടത്? ഹെൽത്ത് മസ്റ്റ് ബിഗിൻസ് ഫ്രം അസ് അല്ലെ. നമ്മളിൽ നിന്നാണ് ആദ്യം ആരോഗ്യം തുടങ്ങേണ്ടത്. അപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നല്ല ശാരീരിക ക്ഷമതയുള്ള ആള്
അങ്ങനത്തെ ആൾക്കാരാണോ ശരിയായ ആരോഗ്യവാനെന്ന് ചോദിച്ചാൽ ആയിക്കൊള്ളുന്നൊന്നുമില്ല. അതിന് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ കൊണ്ട് നടന്നിട്ടും ഒരു വ്യക്തിക്ക് കാർഡിയാക് അറസ്റ്റ്, അതും ചെറുപ്പക്കാരിൽ 30-35 വയസ്സാകുമ്പോഴത്തേക്കും കാർഡിയാക് അറസ്റ്റ് വരുന്നുണ്ടെങ്കിൽ മറ്റു പല സംഗതികൾ അവിടെ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കുക. സോ ഇവിടെ നമുക്ക് കുറച്ച് ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്തെല്ലാം ടൈപ്സ് ഓഫ് കാർഡിയാക് ഡിസീസ്, ഹാർട്ട് ഡിസീസ് ആണ് പൊതുവെ ഉണ്ടാവുന്നത്, അത് ചെറുപ്പക്കാരിൽ കൂടുതൽ ഉണ്ടാവുന്നത് ഏതൊക്കെയാണ്. നമ്പർ 1 എന്ന് പറയും CHF എന്ന് പറയും, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയും. ഹാർട്ട് സെൽസിന് വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടുന്നില്ല, ഹാർട്ടിന് വേണ്ട രീതിയിൽ ബ്ലഡ് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, അമിതമായിട്ട് സ്ട്രെസ് ഉള്ള ആൾക്കാർ, പൊല്യൂട്ടഡ് അറ്റ്മോസ്ഫിയറിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെയാണ് ചെറുപ്പക്കാരിൽ കൂടുതൽ ഈ വക പ്രശ്നങ്ങളെല്ലാം കാണപ്പെടുന്നത്. പിന്നെ ഉള്ളത് ഇസ്കീമിയ എന്ന് പറയും, ഹാർട്ടിലേക്ക് വേണ്ട അളവിൽ രക്തയോട്ടം കിട്ടുന്നില്ല, എവിടെയെങ്കിലും സ്റ്റെനോസിസ് ഉണ്ടാവും. സ്റ്റെനോസിസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ചെറിയ രീതിയിൽ നാരോയിങ് ഉണ്ടാവും. എവിടെയെങ്കിലും സ്മോക്ക്, പുകവലി, സ്മോക്കിംഗ്, ഓക്കെ, ദെൻ പൊല്യൂഷൻ ഓഫ് കോഴ്സ് സ്മോക്ക്. അപ്പം നമ്മൾ പറഞ്ഞു നിർത്തി ഇസ്കീമിയ, കാർഡിയക് ഇസ്കീമിയ എന്ന് പറയും. ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് മസിൽസ് ഈസ് റിഡ്യൂസ്ഡ്. ഹാർട്ട് മസിൽസിലേക്ക് വേണ്ട അളവിൽ രക്തയോട്ടം ഇല്ല, അത് എവിടെയെങ്കിലും സ്റ്റെനോസിസ് കാരണമായിരിക്കും. നമ്മൾ ഹാർട്ടിൽ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ 4 ചേംബേഴ്സ് ആണ് ഉള്ളത്. റൈറ്റ് ചേംബർ എന്ന് പറയും, ലെഫ്റ്റ് ചേംബർ എന്ന് പറയും. റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം എന്ന് പറയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ്. കാരണം ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ് കൂടുതലായിട്ടും ഓക്സിജൻ നമ്മൾ അയോർട്ടിക് വാൾവ് വഴി പുറത്തേക്ക് നമ്മുടെ ബ്ലഡ് ശരീരത്തിന്റെ അതർ പാർട്സിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. അപ്പൊ ലെഫ്റ്റ് വെൻട്രിക്കിളാണ് ഹാർട്ടിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്, ഹൃദയത്തിന്റെ ഹൃദയം എന്നൊക്കെ പറയില്ലേ, അത് ലെഫ്റ്റ് വെൻട്രിക്കിളാണ്. അതേപോലെ തന്നെ ഹാർട്ടിൽ വാൾവ്സ് ഉണ്ട്, ട്രൈക്യുസ്പിഡ് വാൾവ് ഉണ്ട്, മിട്രൽ വാൾവ് ഉണ്ട്, പൾമണറി വാൾവ് ഉണ്ട്, അയോർട്ടിക് വാൾവ് ഉണ്ട്. ഈ 4 ചേംബറിലേക്കും 4 വാൾവ് വഴിയാണ് രക്തം വരുന്നതും രക്തം പോകുന്നതും, ഓക്സിജൻ വരുന്നതും ഓക്സിജൻ പോകുന്നതും, കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നതും ഓക്സിജൻ വരുന്നതും, ഇതൊക്കെ 4 ചേംബർ വഴിയാണ്. ട്രൈക്യുസ്പിഡ് വാൾവ് ഉണ്ട്, മിട്രൽ വാൾവ് ഉണ്ട്, പൾമണറി വാൾവ് ഉണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് അയോർട്ടിക് വാൾവ് ഉണ്ട്. അയോർട്ടിക് വാൾവ് ആണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ലാർജസ്റ്റ് നെർവ്സ് എന്ന് പറയുന്നത്, ലാർജസ്റ്റ് വെസൽ, ബ്ലഡ് വെസൽ എന്ന് പറയുന്നത് അയോർട്ടിക് വാൾവ് ആണ്. അപ്പം നമ്മൾ ഇതിൽ സ്റ്റെനോസിസ് വരാം. സ്റ്റെനോസിസ് പറഞ്ഞതിൽ ഏതെങ്കിലും നാരോയിങ്, ഇതിന്റെ വീതി കുറയാം. അത് പല കാരണങ്ങൾ കൊണ്ട് ഇതിന്റെ വീതി കുറയാം. ഇൻഫ്ലമേഷൻ കൊണ്ട് വീതി കുറയാം, ഏതെങ്കിലും ബ്ലോക്കുകൾ കൊണ്ട് വീതി കുറയാം. പലതരത്തിലുള്ള അതിന്റെ രക്തയോട്ടം കുറയ്ക്കാൻ അതിനെ കുറയ്ക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള അതിന്റെ റോഡിന്റെ വീതി കുറയാന്നൊക്കെ പറയില്ല, ബ്ലോക്ക് ഉണ്ടാവാന്നൊക്കെ പറയും. അതേപോലത്തെ ബ്ലോക്ക് അവിടെ ഉണ്ടാവാം, അതൊരു കേസാണ്. പിന്നെ കാർഡിയൽ എൻജൈന, വളരെ സീരിയസ് ആയിട്ടുള്ള ഈ ജിം ഹിറ്റേഴ്സ് ഒക്കെ ജിമ്മിലൊക്കെ സംഭവിക്കുന്ന ആൾക്കാർ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ സഡൻ കാർഡിയക് അറസ്റ്റ് ആണ് കാർഡിയൽ എൻജൈന. ഓവറായിട്ട് സ്ട്രെസ്, ഓവറായിട്ട് സ്ട്രെയിൻ. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഒരുപാട് ഡോക്ടേഴ്സും ഒരുപാട് ആൾക്കാരും ഈ പറയുന്ന ചെറുപ്പക്കാർ മരണപ്പെടുന്ന കേസിൽ ഒരുപാട് ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ട് ഓവർ സ്ട്രെയിൻ. ഈ ജിമ്മിലൊന്നും പോയിട്ട് ഓവർ സ്ട്രെയിൻ ഒന്നും എടുക്കാൻ പറ്റില്ല ചേട്ടാ, ഒരിക്കലും ഓവർ സ്ട്രെയിൻ എടുക്കാൻ പറ്റില്ല. ഒരു 15 കിലോ ആണ് സ്ഥിരമായിട്ട് നിങ്ങൾ വെയിറ്റ് എടുക്കുന്നതെങ്കിൽ 17 എടുത്താൽ നിങ്ങളെ ശരീരം അറിയും, ശരീരം പറയും വേണ്ട എന്ന് പറയും, നമുക്ക് ബോഡി റിജക്ട് ചെയ്തു പോകും. പലപ്പോഴും നമ്മൾ ടയർഡ് ആവുന്ന സമയത്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണോ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നത് അപ്പൊ സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഞാനൊക്കെ 1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, ഞാനൊക്കെ 2 പാർട്സ് ഡെയിലി കളിക്കുന്ന ആളാണ്. അത് നമ്മൾ റൊട്ടീനായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ചില കേസിൽ ചില സമയത്തൊക്കെ നമുക്ക് ഓവറായിട്ട് നമ്മൾ ഫിസിക്കൽ ലോഡ്, നമ്മൾ ഉറക്കക്കുറവ് അങ്ങനത്തെ നേരിടുന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആ ദിവസം ജിമ്മിൽ പോകാറില്ല. കാരണം ആ ദിവസം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഫുൾ ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, ഇൻകംപ്ലീറ്റഡ് ആവും. ആ സമയത്ത് കഴിയുന്നത് ഒഴിവാക്കുക. ഇങ്ങനത്തെ കുറെ സംഗതികൾ എന്റെ ബോഡിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആളാരാ? അതെന്റെ വൈഫോ അച്ഛനോ അമ്മയോ അല്ല, എന്റെ ശരീരത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ആൾ ഞാനാണ്. അപ്പൊ ഞാൻ ഡിസൈഡ് ചെയ്യുക എനിക്കിതൊന്ന് പറ്റുമോ, എനിക്കിത് പറ്റൂലെങ്കിൽ ട്രൈ ടു അവോയ്ഡ് ദാറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, കാർഡിയൽ എൻജൈന എന്ന് പറയുന്നത് ഹാർട്ടിലേക്ക് വേണ്ട അളവിൽ ന്യൂട്രീഷൻ കിട്ടുന്നില്ല. ഇത് പല ആൾക്കാർക്കും അറിയുന്നില്ല. ഹാർട്ടിലേക്ക് എന്തെല്ലാം ന്യൂട്രീഷനാണ്, നമുക്ക് എന്തെല്ലാം വേണ്ട എന്ന് നമുക്കറിയാം, പക്ഷെ പലപ്പോഴും എന്തെല്ലാം വേണം എന്ന് പലപ്പോഴും പല ആൾക്കാർക്കും അറിയുന്നില്ല എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുക. വേറൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കേസാണ് അറിത്മിയ. ഇതും ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് കാർഡിയൽ അറിത്മിയ, ഇറഗുലർ ഹാർട്ട് ബീറ്റ് എന്ന് പറയും. ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന ഒരു റിതം ഉണ്ട്, ഒരു താളമേളമുണ്ട്. നമ്മൾ ശിങ്കാരി മേളംമാരി, എന്താ പറയാ, കാഴ്ച ശീവല്യമാരിയൊക്കെ, പഞ്ചവാദ്യമാരിയൊക്കെ താളമേളമുണ്ട് ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്.
ആ താളമേളത്തിന് എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ സ്ട്രൈവ് ചെയ്യുന്ന സമയത്ത്, സ്ട്രെസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ താളമേളങ്ങളിൽ വ്യതിയാനങ്ങൾ വരാം, ഹാർട്ട് ബീറ്റ് കൂടുതൽ വരാം. അത് ചിലവർക്ക് ഓവർ സ്ട്രെസ് ഉണ്ടെങ്കിൽ, ഉറക്കക്കുറവുണ്ടെങ്കിൽ, പലതരത്തിലുള്ള പോഷകാഹാര കുറവുണ്ടെങ്കിൽ, മെയിൻ ആയിട്ടും വൈറ്റമിൻ ഡിയുടെ കുറവാണ്. ഈ ഹാർട്ട് ബീറ്റിനെ മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്ന 2 ന്യൂട്രീഷനാണ് വൈറ്റമിൻ ഡി ആൻഡ് മഗ്നീഷ്യം. ഹലോ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, nobody is responding in the chat box. Yeah, okay. At least one response. Okay. അപ്പം ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഇസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് കോസ് ഓഫ് കാർഡിയക് ഡിസോർഡർ എമംഗ് യൂത്ത്. ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാത്തൊരു സംഗതി. ഇത് എല്ലായ്പ്പോഴും ഉണ്ടാവില്ല. ഇറഗുലർ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് 24 hours ഉണ്ടാവില്ല. ഈ 24 hours ഒരു പക്ഷേ 30 seconds 40 seconds ഒക്കെയാണ് ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഉണ്ടാവുക. അത് നമ്മൾ അൺനോട്ടീസിബിൾ ആണ്. നമ്മൾ വിചാരിക്കും ഗ്യാസിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിച്ച ഏതെങ്കിലും ഭക്ഷണത്തിന്റെ പ്രശ്നമായിരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ നള്ളിഫൈ ചെയ്യും, നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നുണ്ടാവും. ഈ നെഗ്ലക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത് ഇറഗുലർ ഹാർട്ട് ബീറ്റ് ആണ്. ഇറഗുലർ ഹാർട്ട് ബീറ്റ് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് ഹൈ ബ്ലഡ് പ്രഷറിലേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ കാർഡിയക് അറസ്റ്റ് സ്പോട്ടിൽ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാവും. വലിയൊരു പ്രശ്നം തന്നെയാണ്. അതേപോലെ കാണുന്ന വേറൊരു പ്രശ്നമാണ് വാൾവ് പ്രൊലാപ്സ് ആവുക, അല്ലെങ്കിൽ വാൾവ് റീഗർജിറ്റേഷൻ എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് മിട്രൽ വാൾവ് എന്ന് പറയും. മിട്രൽ വാൾവിലാണ് പല മെഡിക്കൽ റിപ്പോർട്ട്സും കാണാൻ പറ്റും. മിട്രൽ വാൾവ് MVP എന്നൊക്കെ പറയും. മിട്രൽ വാൾവ് റീഗർജിറ്റേഷൻ, മിട്രൽ വാൾവിൽ ഉണ്ടാവുന്ന ഹൈ പ്രഷർ, ഇത് പെട്ടെന്ന് സഡൻ കാർഡിയക് അറസ്റ്റിലേക്ക് എത്താം. അതേപോലെ തന്നെ അങ്ങോട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവേണ്ടത് തിരിച്ച് ഇങ്ങോട്ടേക്ക് ബ്ലഡ് ഫ്ലോ വന്നു കഴിഞ്ഞാൽ ഹാർട്ടിന്റെ ലോഡ് കൂടും, അപ്പൊ തന്നെ കാർഡിയക് അറസ്റ്റ്. മിട്രൽ വാൾവ് റീഗർജിറ്റേഷൻ എന്നൊക്കെ പറയും. ഇതൊക്കെ വളരെ വളരെ എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിന്റെ മസിൽസ് വീക്ക് ആയി പോകും. അവർ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് മസിൽസ്. എവറി ഓർഗൻ ഈസ് മസിൽസ്. ലിവർ മസിൽസ് ആണ്, ബ്രെയിൻ മസിൽസ് ആണ്, കണ്ണ് വരെ മസിലാണ്, ഈവൻ നമ്മൾ നാവ് വരെ മസിലാണ്. നാവ് അനക്കണം എന്നുണ്ടെങ്കിൽ നാവിന്റെ മസിൽസ് സപ്പോർട്ട് ചെയ്യാതെ ഒരിക്കലും നാവ് അനക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ ഊമയായി പോകും. അപ്പൊ എവറിത്തിങ് വി ആർ ഡൂയിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മസിൽസ്. അപ്പം ഹാർട്ടിന്റെ മസിൽസ് വളരെ സ്ട്രോങ് ആണ്. നമ്മൾ ശരീരത്തിലെ നമ്മൾ ട്രൈസെപ്സും ബൈസെപ്സിനേക്കാളൊക്കെ ശരീരത്തിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മസിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പറയും ഗ്ലൂട്ടിയസ് ആണ്, കാഫ് ആണ്, അല്ലെങ്കിൽ അഡക്ടർ എന്നൊക്കെ പറയും. ഒന്നുമല്ല. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മസിൽ എന്ന് പറയുന്നത് ഹാർട്ടിന്റെ മസിൽ. അറിയാവോ? ആ ഹാർട്ടിന്റെ മസിൽസിന് പ്രശ്നം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം നമ്മൾ ലോഡ് കൊടുത്തിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതിനെ സംരക്ഷിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അപ്പം വീക്ക് ഹാർട്ട് മസിൽസ് ഉണ്ടാവാനുള്ള ഒരു റീസൺ, ഇന്നത്തെ ആദ്യത്തെ ഒരു പോയിന്റ്, 56%, 56% വീക്ക് ഹാർട്ട് മസിൽസ് ഉണ്ടാവാനുള്ള ഒരു പോഷകാഹാരത്തിന്റെ കുറവ്. ആ പോഷകാഹാരത്തിന്റെ പേരാണ് കോ എൻസൈം ക്യൂട്ടൻ എന്ന് പറയും. കോക്യൂട്ടൻ എന്ന് പറയും. കോക്യൂട്ടന്റെ കുറവ് കാരണമാണ് ഹാർട്ട് മസിൽസ് വീക്കായി പോകുന്നത്. പ്രത്യേകിച്ചും ഈ സ്റ്റാറ്റിൻ ഡ്രഗ് കഴിക്കുന്ന ആൾക്കാർ, ഈ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ സ്ട്രോക്ക് വന്ന, അല്ലെങ്കിൽ ബൈപ്പാസോ ആൻജിയോഗ്രാമോ ആൻജിയോപ്ലാസ്റ്റിയോ ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ പിന്നെ ലൈഫ് ലോങ് അവർ സ്റ്റാറ്റിൻ ഡ്രഗ്സിന്റെ സപ്പോർട്ടിലായിരിക്കും. അപ്പൊ ഈ സ്റ്റാറ്റിൻ ഡ്രഗ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർ പറയപ്പെടുന്നത് അവർക്ക് കോക്യൂട്ടന്റെ അബ്സോർപ്ഷൻ ശരീരത്തിൽ തീരെ ഉണ്ടാവില്ല. അപ്പൊ സ്റ്റാറ്റിൻ ഡ്രഗ് കഴിക്കണം. കാരണം ഇപ്പോഴത്തെ നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ട്, ഹാർട്ടിന് ഒന്നുകൂടെ ആയാസം കൂട്ടാനായിട്ട് സ്റ്റാറ്റിൻ ഡ്രഗ്സ് കഴിക്കേണ്ടത് ആവശ്യമാണ്. ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത് ലൈഫ് ലോങ് എന്തായാലും കഴിക്കണം എന്ന് പറയും. നമ്മൾ ലൈഫ് ലോങ് കഴിക്കും. പക്ഷെ ലൈഫ് ലോങ് കഴിച്ചിട്ട് പ്രശ്നം സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോക്യൂട്ടന്റെ അബ്സോർപ്ഷൻ 60% കൂടുതൽ കുറയ്ക്കും. കോക്യൂട്ടൻ ആണ് ഹാർട്ടിന്റെ മസിൽസിന് ഏറ്റവും വലിയ കവചം കൊടുക്കുന്നത്. വേറെ ഒരു ന്യൂട്രീഷനും ഇല്ല. മഗ്നീഷ്യം ഇല്ല, വൈറ്റമിൻ ഡി ഇല്ല, പ്രോട്ടീനോ അല്ലെങ്കിൽ ഒമേഗ 3 എന്ത് ന്യൂട്രീഷൻ കഴിച്ചിട്ട് കാര്യമില്ല. ഹാർട്ട് മസിൽസിന് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്നത് കോക്യൂട്ടൻ ആണ്. ഇത് സ്റ്റാറ്റിൻ ഡ്രഗ് കഴിക്കുന്ന ആൾക്കാരിൽ വളരെ കുറവായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ സ്റ്റാറ്റിൻ ഡ്രഗ് കഴിക്കുന്ന ആൾക്കാർക്ക് മെയിൻ ആയിട്ടും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് മസിൽസ്, ഹാർട്ടിന്റെ പമ്പിങ് കപ്പാസിറ്റി കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഇത് കേൾക്കുന്ന സ്റ്റാറ്റിൻ ഡ്രഗ് കഴിക്കുന്ന എല്ലാവരും ആദ്യം നമ്മൾ കഴിച്ചു തുടങ്ങാന്നുള്ളതാണ്. സ്റ്റാറ്റിൻ ഡ്രഗ് കഴിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് നിങ്ങൾ കോക്യൂട്ടൻ ഡെയിലി ഒരു 125 milligram എങ്കിലും സപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഓക്കെ, പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, മെയിൻ കോസ് ഓഫ് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ ആണ്. ഇൻഫ്ലമേഷൻ. വാട്ട് ഈസ് ഇൻഫ്ലമേഷൻ? ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മൾ സാധാരണ മുട്ടിന് നീര് വെക്കുക, എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ കൈ കാലുകളിലൊക്കെ നീര് വെക്കുക, എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നീര് വെക്കും. ശരിയല്ല, അത് നമ്മൾ കാണുന്ന ഇൻഫ്ലമേഷൻ അല്ലേ. നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ കൂടുതൽ വേർത്തിട്ടുണ്ടെങ്കിൽ തലേന്റെ ബാക്കിൽ നീര് വെക്കുക, തലവേദന ഉണ്ടാവുക. ഇതൊക്കെ നമ്മൾ കാണുന്ന നീർക്കെട്ടുകളാണ്. കാണാത്ത നീർക്കെട്ടുകൾ ഒരുപാടുണ്ട്. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ കാർഡിയക് ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യത, ഇൻഫ്ലമേഷൻ വരാനുള്ള കാരണം എന്താണ്? ദർ ആർ സെവറൽ റീസൺസ്. ഇൻഫ്ലമേഷൻ എന്നുള്ള 4 ബ്ലഡ് ടെസ്റ്റുകൾ ഞാൻ ഒരുപാട് റൈറ്റപ്സ് ഞാൻ അയക്കാറുണ്ട്. പക്ഷെ എത്ര പേര് റൈറ്റപ്സ് കാണാറുണ്ട്, നോട്ടീസ് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. ഈ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നറിയാനുള്ള 4 ബ്ലഡ് ടെസ്റ്റുകളാണ്. ഇതിൽ മെയിൻ ആയിട്ടും 2 ബ്ലഡ് ടെസ്റ്റുകൾ നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്തിരിക്കണം. അതിൽ ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും എല്ലാ ഡോക്ടേഴ്സും ഏത് ഹോസ്പിറ്റൽസ് പോയാലും ഫിസീഷ്യൻസും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് CRP എന്ന് പറയും. CRP എന്ന് പറഞ്ഞാൽ സി റിയാക്റ്റീവ് പ്രോട്ടീൻ. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള സ്ത്രീകൾക്ക് അവിടെ എവിടെയൊക്കെ വേദനകൾ, അല്ലെങ്കിൽ മെനോപോസ് ലേഡീസിനൊക്കെ ശരീരത്തിന് അവിടെ എവിടെയൊക്കെ നീർക്കെട്ട്, അസഹനീയമായ വേദനയൊക്കെ ഉണ്ടാവാറുണ്ട്. അവർക്കാണ് മെയിൻ ആയിട്ടും എന്താ പറയുക ഈ CRP എടുക്കുന്നത്. അതുപോലെ നെഫ്രൈറ്റിസ്, കിഡ്നിക്ക് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയും. ഫൈബ്രോമയൽജിയ, ക്രോണിക് ഫെറ്റിക് സിൻഡ്രോം, അൾസറേറ്റീവ് കൊലൈറ്റിസ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഡയവർട്ടിക്കുലൈറ്റിസ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്. നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന പ്രതിരോധ ശക്തി നമ്മളെ തന്നെ കയറി ആക്രമിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടും. നല്ല കോശങ്ങളെയും ആക്രമിക്കും. നല്ല കോശങ്ങളും ചീത്ത കോശങ്ങളൊന്നും നോക്കില്ല. ശരീരത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റം 2 കോശങ്ങളെയും കയറി ആക്രമിക്കുന്നുണ്ടാവും. അവിടെ നീർക്കെട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. തൈറോയിഡിൽ സംഭവിക്കാം, ഹാർട്ടിൽ സംഭവിക്കാം, ബ്രെയിനിൽ സംഭവിക്കാം, പാൻക്രിയാസിൽ സംഭവിക്കാം, കിഡ്നിയിൽ സംഭവിക്കാം, ജോയിന്റ്സിൽ സംഭവിക്കാം. എവിടെ വേണമെങ്കിലും ഇറ്റ് ക്യാൻ ഹാപ്പൻ. സോ CRP ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റും മെയിൻ ആയിട്ട് നമുക്ക് ശരീരത്തിൽ ഓട്ടോമ്യൂൺ ഡിസോർഡറുകൾ ഉണ്ടോ. ഹാർട്ട് ഡിസീസ് ഒരു ഓട്ടോമ്യൂൺ ഡിസോർഡർ ആണ് കേട്ടോ. ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് എല്ലാം ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ് ആണ്. അതേപോലെ തന്നെ സ്ട്രോക്ക് അല്ലെങ്കിൽ കാർഡിയക് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള മനസ്സിലാക്കുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് CRP എന്ന് പറയും. രണ്ടാമത്തെ ഇൻഫ്ലമേറ്ററി ബ്ലഡ് ടെസ്റ്റ് ആണ് IL-6 എന്ന് പറയും, ഇന്റർലൂക്കിൻ 6 എന്ന് പറയും. ഇന്റർലൂക്കിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിരോധ ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇന്റർലൂക്കിൻ ടെക്നോളജീസ് എന്നൊക്കെ പറയും. നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക, ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഇഞ്ചുറീസോ എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തില് ശരീരത്തിൽ രോഗാണുക്കളോ കയറി ആക്രമിക്കുന്നുണ്ടെങ്കിൽ ശ്വേതരക്താണുക്കളായിട്ടുള്ള WBC പോലത്തെ രക്താണുക്കളൊക്കെ നമുക്ക് ഈ പറയുന്ന ആന്റിബോഡീസ് ഒക്കെ നമുക്ക് റിലീസ് ചെയ്യുന്നുണ്ടാവും ഇതിനെതിരെ ആക്രമിക്കാനായിട്ട്. ആക്രമണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്ത് ബോഡീനെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരേണ്ടത് ബോഡീന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷെ പലപ്പോഴും ഇത് വൈപ്പ് ഔട്ട് ചെയ്ത് ബോഡിക്ക് ക്ലിയർ ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഡെബ്രിസ് ആയിട്ട് കിടക്കും. ഡെബ്രിസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങളായിട്ട് അവിടെ കിടക്കും. ഈ അവശിഷ്ടങ്ങൾ പിന്നീട് ഇൻഫ്ലമേഷൻ ആയിട്ട് മാറും. ഈ അവശിഷ്ടങ്ങളാണ് ഇന്റർലൂക്കിൻസ് എന്ന് പറയും. IL-6 കൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാർട്ടിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. പ്രത്യേകിച്ചും കൊടവയറന്മാര് ശ്രദ്ധിക്കുക, ഒബേസിറ്റി ആയിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക, വയറ് ചാടിയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം മനസ്സിലാക്കേണ്ടത് ഹാർട്ടിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. കാർഡിയക് മയോപ്പതി എന്ന് പറയും, അല്ലെങ്കിൽ കാർഡിയക് ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയും. പ്രത്യേകിച്ച് കുറെ കാലമായിട്ട് ഒബേസിറ്റി ഉള്ള ആൾക്കാർക്കൊക്കെ ഈ കാർഡിയക് ഹൈപ്പർട്രോഫി കാണാറുണ്ട്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചെക്ക് ചെയ്യേണ്ടതാണ് രണ്ടാമത്തെ ബ്ലഡ് ടെസ്റ്റ് IL-6 എന്ന് പറയും. കുറച്ച് കടികട്ടിയ ടോപ്പിക്കാണ്. പിന്നെ വരുന്നത് LPPLA എന്ന് പറയും. ഇത് ഒരാളും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ലിപ്പോപ്രോട്ടീൻ അസോസിയേറ്റഡ് വിത്ത് ഫോസ്ഫോലിപ്പേസ് എന്ന് പറയും. അത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഡോക്ടേഴ്സ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ശരിയായ രീതിയിൽ ഡയഗ്നൈസ് ചെയ്യാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ഇത്. അത്തറോസ്ക്ലിറോട്ടിക് പ്ലേക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. ഹാർട്ടിന്റെ ധമനികളിൽ, ഹൃദയ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ്. അതിന് നമ്മൾ ആൻജിയോഗ്രാമിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഈ LPPLA എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് അത്തറോസ്ക്ലിറോട്ടിക് പ്ലേക്സ്, നമ്മൾ ഹൃദയ ധമനികളിൽ എന്തെങ്കിലും പോറലുകൾ, എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഞാൻ അതും ഒരു കോട്ട് ചെയ്തൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കോട്ട് ചെയ്തിരുന്നു. നമ്മളിപ്പോ ഒരു വയനാട്ടിലേക്ക് ഒരു യാത്ര പോവാം. എവിടെയെങ്കിലും ചുരത്തിൽ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക, ചുരത്തിലും വളവിലൊക്കെ നീണ്ട് നിരനിരയായ ബ്ലോക്കുകൾ ഉണ്ടാവും. ശരിയല്ലേ? ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാരെ അന്വേഷിക്കും, ഇത് എന്താപ്പത് ഇത്ര ബ്ലോക്ക് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. നോക്കുമ്പോൾ നിരനിരയായിട്ട് വണ്ടികൾ വെറുതെ നിരനിരയായിട്ട് നിന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. വണ്ടികൾ നിൽക്കാനുള്ള കാരണം എന്താ?
അവിടെ മണ്ണിടിഞ്ഞതാണ് പ്രശ്നം, അല്ലേ? അപ്പം ഒരു പക്ഷെ റോഡിന്റെ പകുതിയെ മണ്ണിടിഞ്ഞിട്ടുള്ളൂ എങ്കിൽ ടൂ വീലർക്ക് പോവാം, ഓട്ടോറിക്ഷകൾക്ക് പോവാം, ചെറിയ ഓമ്നി വണ്ടികൾക്ക് പോവാം, ചെറിയ കാറുകൾക്ക് പോവാനുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നെങ്കിൽ ചെറിയ കാറുകൾക്ക് പോവാം. അപ്പൊ ഒരു 80% ബ്ലോക്ക് ഉള്ളൂ എന്ന് വിചാരിക്കുക. 80% ബ്ലോക്ക് ഉള്ളൂ എങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതെങ്ങനെ കയറി പോകുന്നുണ്ടാവും. അതേപോലെ തന്നെ ടിപ്പറോ ബസ്സോ ലോറിയോ അങ്ങനത്തെ വണ്ടികളൊന്നും പോകാൻ സാധിക്കില്ല. കാരണം അതൊക്കെ വലിയ വലിയ കാരേജസ് ആണ്. കാരണം എന്താ, അത്രയും ബ്ലോക്കേജ് അവിടെ ഉണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ LDL കൊളസ്ട്രോളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നമുക്ക് കൊളസ്ട്രോൾ സംസാരിക്കുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ, ഇതിലേക്ക് ഞാൻ എന്തായാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ നാലാമത്തെ ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഗ്ലൈക്ക് എ എന്ന് പറയും. GLYCA, ഗ്ലൈക്ക് എ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് ഇത്. ഗ്ലൈക്കേഷൻ നമ്മളെ ശരീരത്തിൽ നമ്മളെ ഗ്ലൈക്കേഷൻ കപ്പാസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ എന്താ പറയാ, ഗ്ലൂക്കോസ് ടോളറൻസ് എത്രയുണ്ട്, നിങ്ങൾ കഴിക്കുന്ന ഗ്ലൂക്കോസിനെ ശരീരം എത്രത്തോളം ടോളറേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് എന്തുമാത്രം ഫാസ്റ്റ് ആയിട്ട് ബോഡി അത് ഊർജ്ജമായിട്ട് കൺവെർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാവും. അതിനെക്കുറിച്ച് കൂടുതലൊന്നും കടക്കുന്നില്ല, കാരണം നമ്മൾ ഇതിനെപ്പറ്റി ഒരുപാട് സെഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഒരുപാട് വോയിസ് ക്ലിപ്സ് ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പറ്റിയിട്ടും ഹൈപ്പർ ഇൻസുലിനിയെ പറ്റിയിട്ടൊക്കെ ഒരുപാട് നമ്മൾ വോയിസ് ക്ലിപ്സ് നമ്മൾ കഴിക്കുന്നതാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത്, ഇത് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ക്ലിനിക്കൽ മയോകാർഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. നിങ്ങൾ പുനീത് രാജ്കുമാറിനെ കേട്ടിട്ടുണ്ടാവും. കന്നഡയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു പുനീത് രാജ്കുമാർ. ഓൾ ഓഫ് എ സഡൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഓൾ ഓഫ് എ സഡൻ ഇതൊക്കെ തുടങ്ങിയത് പുനീത് രാജ്കുമാറിൽ നിന്നാണ്. ഈ ജനം ഇത്രമാത്രം എന്താ പറയാ, ഈ ചെറുപ്പക്കാരിൽ കുഴഞ്ഞു വീണ് മരണം എന്താ പറയുക, ഒരു ഹൈലൈറ്റഡ് ആയത് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പുനീത് രാജ്കുമാർ ആണ്. പുനീത് രാജ്കുമാർ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, സ്ട്രെസ് ലെവൽ വളരെ കുറവുള്ള ആളാണ്, ആള് നല്ല സുമുഖനാണ്, സുന്ദരനാണ്, പ്രിയങ്കരനാണ്, ഹൈലി റെക്കഗ്നൈസ്ഡ് ആണ്, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണ്, ഡയറ്റിലൊക്കെ വളരെയധികം കൺട്രോൾഡ് ആണ്, ദുസ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സ്മോക്കിങ്ങോ ആൽക്കഹോളോ കാര്യങ്ങളോ ഒന്നുമില്ല, അങ്ങനത്തെ ഒരാളാണ്. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് പല ആൾക്കാരും ഒരു ചോദ്യചിഹ്നമായിട്ട് എടുത്തിരുന്നു. മനസ്സിലാക്കുക, കോവിഡ് വന്നവരില്ല ആ സമയത്തൊക്കെ പോസ്റ്റ് കോവിഡ് ഒരു 1 ഇയർ വരെയൊക്കെ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ആയിട്ട് വന്ന ഒരു പ്രശ്നമാണ്. പല ആൾക്കാർക്ക് കോവിഡ് വാക്സിനേഷൻ എടുത്തതിന് ശേഷം മെമ്മറി പ്രശ്നം ഉണ്ടായി, പല ആൾക്കാർക്കും കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാർക്കും ബ്ലഡ് തിക്കർ ആയിട്ടുണ്ട്. അതൊക്കെ 1%, 0.5% ഒക്കെ എക്സെപ്ഷണൽ കേസ് വന്നിട്ടുണ്ട്. കോവിഡ് വന്നിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് സബ് ക്ലിനിക്കൽ മയോകാർഡൈറ്റിസ് എന്ന് പറയുന്നത്. അതും ഒരു തരത്തിലുള്ള ഹാർട്ടിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് അത് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 ബ്ലഡ് ടെസ്റ്റ് CRP, IL-6, LPPLA ആൻഡ് ഗ്ലൈക്ക് എ എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് വോയിസ് ക്ലിയർ എന്റെ ഇതുണ്ട്, എന്റെ മാറ്റർ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അടുത്ത വലിയൊരു പ്രശ്നമാണ് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് നഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞാല് ദൈവം തമ്പുരാൻ വിചാരിച്ച പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഹാർട്ട് എന്ന് പറയുന്നത്, ഹാർട്ടും ബ്രെയിനും എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ഇമ്പൾസിൽ വർക്ക് ചെയ്യുന്ന 2 ഓർഗൻസ് ആണ്. ഇലക്ട്രിക്കൽ ഓർഗൻ ആണ്, സ്വിച്ച് ഇട്ടാൽ വർക്ക് ചെയ്യുന്ന ഓർഗൻ ആണ് ഹാർട്ടും ബ്രെയിനും. വേറെ ഒന്നും ഇലക്ട്രിക്കലോ പാൻക്രിയാസോ കിഡ്നിയോ അല്ലെങ്കിൽ ലിവർ ഒന്നും ഇലക്ട്രിക്കൽ ഓർഗൻസേ അല്ല. അപ്പം ഇതൊരു ഇലക്ട്രിക്കൽ കറണ്ട് പാസ് ചെയ്യുന്ന 2 ഓർഗനാണ് ഹാർട്ട് ആൻഡ് ബ്രെയിൻ. അവിടെ ന്യൂറോ കെമിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ SA നോഡ് AV നോഡ് എന്ന് പറയുന്ന ഒരുപാട് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എന്തെങ്കിലും തരത്തിൽ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സഡൻ ആയിട്ട് കാർഡിയക് അറസ്റ്റ് സംഭവിക്കാം. വിതൗട്ട് എനി റീസൺ ഒരു ബ്ലോക്ക് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മളെ വീട്ടിലിപ്പം ഇടിമിന്നൽ വന്നു, പെട്ടെന്ന് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നു, TV അടിച്ചുപോയി, ഫ്രിഡ്ജ് അടിച്ചുപോയി എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ തന്നെ ഹാർട്ടിലും സംഭവിക്കാം. ഹൈ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൃദയത്തിലും ഇതേപോലെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് നമ്മൾ ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളാണ്. ഒന്നാമത്തെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്, ഇന്ന് കേരളത്തിൽ ആ ടെസ്റ്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. കേരളത്തിൽ ആ ടെസ്റ്റ് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എനിക്ക് എടുക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. omega-3 ഇൻഡെക്സ് എന്ന് പറയും. omega-3 ടെസ്റ്റ്. നമ്മുടെ ശരീരത്തിൽ omega-3ന്റെ കപ്പാസിറ്റി എന്താണ്, നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം അളവിൽ omega-3 ഉണ്ട്. omega-3 ഏറ്റവും വലിയ മനസ്സിലാക്കേണ്ടത് ഹൃദയ ധമനികളുടെ ഇലാസ്തികത. അതായത് ഇപ്പൊ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടെങ്കിലും, ഇപ്പൊ 70%, 80% ബ്ലോക്ക് ഉണ്ടെങ്കിലും ഒരു 70-75%
നമുക്ക് കോറോണറി ആർട്ടറീസിൽ ബ്ലോക്സ് ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു സിംറ്റംസ് ഒന്നും നമുക്ക് പെട്ടെന്ന് തോന്നാറില്ല. വൺസ് ഇറ്റ് ക്രോസസ് 80%, 85% ഒക്കെയാണ് സ്റ്റെപ്പ് കയറുന്ന സമയത്ത്, കയറ്റം കയറുന്ന സമയത്ത്, ഇച്ചിരി നടക്കുന്ന സമയത്തൊക്കെ ചെറിയ കിതപ്പും വേർപ്പൊക്കെ തോന്നാറുണ്ടാവും. അതുവരെ നമുക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ഹാർട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും പോലും ഇല്ല. ശരിയല്ലേ? അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നമ്മളെ ശരീരത്തിൽ omega-3 ഇൻഡെക്സ് വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം ഹൃദയധമനികളുടെ ഇലാസ്തികത വർദ്ധിപ്പിക്കുന്നത് omega-3 ആണ്. അപ്പം ഇവിടെ അതും omega-3 മാത്രമല്ല, omega-3 വിത്ത് അത് പറയപ്പെടുന്നത് krill oil വിത്ത് astaxanthin വിത്ത് ഫോസ്ഫോലിപ്പിഡ്. അവിടെയാണ് krill oilന്റെയും ഫോസ്ഫോലിപ്പിഡിന്റെയും ആസ്റ്റാക്സാന്തിന്റെയും പവർ. ഫോസ്ഫോലിപ്പിഡ് എന്ന് പറഞ്ഞാൽ പ്യൂറസ്റ്റ് ഫോം ആണ്. അന്റാർട്ടിക് krill oilsലേക്കാണ് ഏറ്റവും കൂടുതൽ, അന്റാർട്ടിക് സൈബീരിയൻ krill oilsലേക്കാണ് ഏറ്റവും കൂടുതൽ ഫോസ്ഫോലിപ്പിഡ് കണ്ടന്റ് ഉള്ളത്. കാരണം പ്യൂരിറ്റി ഓഫ് ദ വാട്ടർ, പ്യൂരിറ്റി ഓഫ് ദ ഫിഷ്, പൊല്യൂഷൻ ഇല്ലാത്ത അറ്റ്മോസ്ഫിയർ കൂടുന്ന സമയത്ത്, പൊല്യൂഷൻ ഇല്ലാത്ത അറ്റ്മോസ്ഫിയർ എന്താ പറയുക, അത്രയും അൺപൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏരിയ, അത്രയും എന്താ പറയുക പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലത്ത് അണ്ടർ വാട്ടർ ഫിഷിൽ 0-ഡിഗ്രി കാലാവസ്ഥയിൽ വളരുന്ന അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടുള്ള സർഫേസിൽ ഉണ്ടാവുന്ന മീനിലാണ് ഫോസ്ഫോലിപ്പിഡ് കണ്ടന്റ് വളരെ കൂടുന്നത്. ഇത് പിന്നെ ആസ്റ്റാക്സാന്തിനൊക്കെ വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. ബീറ്റ കറോട്ടീനേക്കാളൊക്കെ എത്രയോ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ് ആസ്റ്റാക്സാന്തിൻ. ഇവിടെ omega-3 ഇൻഡെക്സ് മത്സ്യം കഴിക്കുന്ന ആൾക്കാർ, പല ആൾക്കാരും പറയാറുണ്ട്, നമ്മൾ പല ആൾക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ഞാൻ അത്യാവശ്യം മത്സ്യമൊക്കെ കഴിക്കാറുണ്ട്, എനിക്ക് omega-3ന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പല ആൾക്കാരും പറയാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു, അയ്യോ അങ്ങനെ നന്നായിട്ട് മത്സ്യം കഴിക്കുന്ന ആളാണല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ഒരു omega-3 ഇല്ലേ, omega-3 ഇങ്ങനെ എന്തായാലും വേണം നമുക്കറിയാം, പക്ഷെ അത് എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാം? പറയപ്പെടുന്നത് മത്സ്യം സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരുടെ രക്തത്തിൽ പോലും omega-3യുടെ അളവ് 4%-ൽ താഴെയാണ്. 0 to 4 എന്ന് പറയുന്നത് ഡേഞ്ചറസ് ലെവലാണ്. ഹൃദയധമനികളുടെ എലാസ്തികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് omega-3 4-ൽ താഴെ, omega-3 ഇൻഡെക്സ് ബിലോ 4 ആവുക എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ 4 and 8 omega-3 ഇൻഡെക്സ് നോട്ട് ബാഡ്, വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് നിങ്ങൾ ഹൃദയധമനികൾ ഫങ്ഷൻ ചെയ്യുന്നത് എന്നർത്ഥം. 8%-ൽ കൂടുതലാണെങ്കിൽ, 10%, 11%, 12% ഒക്കെയാണ് നിങ്ങൾ omega-3 ഇൻഡെക്സ് എങ്കിൽ, നിങ്ങളെ ഹൃദയധമനികൾ, നിങ്ങളെ കൊറോണറി ആർട്ടറി വെസൽസ് ആർ ഫൈൻ, നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. പ്രത്യേകിച്ച് ബ്ലോക്കുകളൊന്നുമില്ല. ബ്ലോക്ക് മേ ബി 10%, 20%, 30% ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാം. പക്ഷെ പേടിക്കേണ്ട തരത്തിൽ ഇൻ ഫ്യൂച്ചർ ഒരു 10 കൊല്ലം 15 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഒരു തരത്തിലും പേടിക്കേണ്ടാത്ത രീതിയിൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാം എന്നതിന്റെ ഒരു സൂചനയാണ് അവിടെ കിട്ടുന്നത്. ഒരു കാര്യമാണ്, ഏറ്റവും വലിയൊരു സൂചനയാണ്. നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും omega-3 ഇൻഡെക്സ്, ചെന്നൈയിലോ ബാംഗ്ലൂരോ, നിങ്ങൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ആൾക്കാർ എവിടെയെങ്കിലും omega-3 ഇൻഡെക്സ് എന്ന് പറയും, omega-3 ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞാൽ മതി, ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചേക്കാം. ഓക്കെ, എനിക്ക് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം. സോ omega-3 ഇസ് ദ കവചം ഫോർ എന്താ പറയുക ഇൻഫ്ലമേഷൻ. കൊറോണറി ആർട്ടറീസ് ഇൻഫ്ലമേഷന്റെ ഏറ്റവും വലിയ കവചമാണ് omega-3 ഇൻഡെക്സ് എന്ന് പറയുന്നത്. പറയപ്പെടുന്നത് 3 മാസം 3 months നിങ്ങൾ krill oil വിത്ത് astaxanthin വിത്ത് omega-3 നിങ്ങൾ കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 70% ഹൃദയധമനികൾ ഫൈൻ ആയിരിക്കും, അടിപൊളിയായിരിക്കും. നിങ്ങൾ 1 year കൺസിക്യൂട്ടീവ് ആയിട്ട് നിങ്ങൾ 12 മാസം നിങ്ങൾ omega-3 കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 97% ഹൃദയാഘാതം സംരക്ഷിക്കാനായിട്ട് സാധിക്കും എന്നാണ് റിസർച്ച് സ്റ്റഡീസ് പറയുന്നത്. 1 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് omega-3 നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ, സാധാ omega-3 അല്ല, krill oil വിത്ത് astaxanthin വിത്ത് ഫോസ്ഫോലിപ്പിഡ്സ്, അതാണ് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം. ഓക്കെ, 97% നിങ്ങളുടെ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഏറ്റവും വലിയ പഠനമാണ് omega-3 ഇൻഡെക്സ്. ഓക്കെ, അടുത്തത് വലിയൊരു പ്രശ്നമാണ്. പല ആൾക്കാരും വളരെ നിസ്സാരമായിട്ട് ഇപ്പൊ പോലും ഒരു അരമണിക്കൂർ പോലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, എടാ എൻ്റെ വൈറ്റമിൻ ഡി 23 ഉള്ളൂ കേട്ടോ, എൻ്റെ ഫ്രണ്ടിന്റെ വൈറ്റമിൻ ഡി 9. ഞാൻ പറഞ്ഞു 9? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ചോദിച്ചാൽ, ആ ജീവിച്ചിരിപ്പുണ്ട്. വൈറ്റമിൻ ഡിയുടെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഡോക്ടേഴ്സ് വൈറ്റമിൻ ഡിയുടെ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് മെനോപോസ് സ്ത്രീകൾക്ക്, തൈറോയ്ഡ് പ്രശ്നമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള സ്ത്രീകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഷിസോഫേനിയ, ബൈപോളാർ സിൻഡ്രോം, അതെന്ന് പറഞ്ഞാൽ സൈക്കാട്രിക് പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെയാണ് വൈറ്റമിൻ ഡി സജസ്റ്റ് ചെയ്യുന്നത്, വൈറ്റമിൻ ഡി ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. വൈറ്റമിൻ ഡി സജസ്റ്റ് ചെയ്യല്ല, വൈറ്റമിൻ ഡിയുടെ ബ്ലഡ് ടെസ്റ്റ് റെക്കമെൻഡ്. ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, അതേപോലെ തന്നെ അസ്ഥി സംബന്ധമായിട്ടുള്ള, അത് എവിടെയെങ്കിലും വീണ് ഫ്രാക്ചറായി, ഈസ് അണ്ടർഗോയിങ് എ സർജറി അല്ലെങ്കിൽ അണ്ടർഗോൺ എ സർജറി,
അങ്ങനത്തെ കേസുകളിലൊക്കെയാണ് കൂടുതൽ വൈറ്റമിൻ ഡി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാര്, ഹൃദയത്തിനും എന്താ പറയാ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക്, സ്ട്രോക്കിനൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരോട് ആരോടും വൈറ്റമിൻ ഡി റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. വൈറ്റമിൻ ഡിയുടെ ഏറ്റവും വലിയ ഒരൊറ്റ വാക്കിൽ പറയാന്നുണ്ടെങ്കിൽ, മരണം നമുക്ക് ആരെയും തടയാൻ പറ്റുമോ? ഇല്ല, മരണം നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷേ ഡെത്തിന്റെ വാക്സിനേഷൻ ആയിട്ടാണ് വൈറ്റമിൻ ഡിനെ പറയപ്പെടുന്നതെങ്കിൽ വൈറ്റമിൻ ഡിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ആലോചിച്ചു. ദ അറ്റ്മോസ്റ്റ് ന്യൂട്രിയൻ, നമ്മളെ ശരീരം ഉൽപ്പാദിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ന്യൂട്രിയന്റ് ആണ് വൈറ്റമിൻ ഡി. ഓൺലി ന്യൂട്രിയന്റ്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് എവിടുന്നാ കിട്ടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, UV റേസ്, അൾട്രാ വയലറ്റ് റേസ്, സൂര്യരശ്മികളിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്. ഒരു ദിവസം എത്ര വൈറ്റമിൻ ഡി വേണം? ഹൂ നോസ്? എനിക്കറിയില്ല. ഈ പറയുന്ന ആൾക്കാരൊക്കെ എത്ര പേർക്ക് ഒരു ദിവസം വൈറ്റമിൻ ഡി നമുക്ക് ശരീരത്തിൽ കിട്ടണം? പണ്ടൊക്കെ പറഞ്ഞിരുന്നത് രാവിലത്തെ വെയില്, വൈകുന്നേരത്തെ വെയില് കൊണ്ടാലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി കിട്ടുക. ഒരു 10 കൊല്ലം മുന്നേ, 15 കൊല്ലം മുന്നേ ഒക്കെ അന്ന് പറയുന്ന കേൾക്കാറുണ്ട്, രാവിലത്തെ വെയിൽ കൊള്ളണം, വൈകുന്നേരത്തെ ഞാൻ അന്നും പറയും, നിങ്ങൾ നട്ടുച്ചയുടെ വെയിൽ കൊണ്ടാൽ മാത്രം നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കിട്ടത്തുള്ളൂ. എന്നെ ഒരുപാട് ആൾക്കാർ അന്ന് കളിയാക്കിയിരുന്നു. ഇന്ന് മാറ്റി പറഞ്ഞു തുടങ്ങി, രാവിലത്തെ വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല, വൈകുന്നേരത്തെ വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല. അർദ്ധനഗ്നനായി എന്താ പറയാ, ഹാഫ് ന്യൂഡായിട്ട് നിങ്ങൾക്ക് അരമണിക്കൂർ വെയിൽ കൊണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത്, ഇത് ആർക്കും അറിയില്ല കേട്ടോ. അരമണിക്കൂർ അർദ്ധനഗ്നനായിട്ട് വെയിൽ കൊണ്ടാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 800 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ആ. വെറും 800 ഇന്റർനാഷണൽ യൂണിറ്റ്. ഇന്റർനാഷണൽ യൂണിറ്റിന്റെ കണക്ക് പറയാൻ പറയുന്നത് 10,000 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ആണ് 0.2 മില്ലിഗ്രാം. എത്ര പേർക്ക് അറിയാം? വെരി 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 റയർ. 99.99% ആൾക്കാർക്കും അറിയില്ല. ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ, ഓരോ വൈറ്റമിൻ ഡി ഇന്റർനാഷണൽ യൂണിറ്റ്സിന് ഓരോ മില്ലിഗ്രാമിന്റെ റേഷ്യോ ആണെന്നുള്ള പല ആൾക്കാർക്കും അറിയില്ല. എല്ലാ വൈറ്റമിൻ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിനും ഒരേ മില്ലിഗ്രാം റേഷ്യോ അല്ല. സോ 10,000 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി കിട്ടണം എന്നുണ്ടെങ്കിൽ 10,000 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ഈസ് ഈക്വലന്റ് ടു 0.2 മില്ലിഗ്രാം. 0.2 മില്ലിഗ്രാം. 1 മില്ലിഗ്രാമിന്റെ 1/5 ആയിട്ടുള്ളോ. ഓൺലി 1/5 ഓഫ് 1 മില്ലിഗ്രാം. 0.2 മില്ലിഗ്രാം. അപ്പം 800 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നട്ടുച്ചയ്ക്ക് അരമണിക്കൂർ വെയിൽ കൊള്ളണം. ഒരു ദിവസം നമുക്ക് വേണ്ട വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 800 ഇന്റർനാഷണൽ യൂണിറ്റ് എങ്ങോട്ടൊക്കെ പോകണമെന്നറിയാമോ? എല്ലിലേക്കും പല്ലിലേക്കും പോകും. ആദ്യം വൈറ്റമിൻ ഡി ആന ഊറ്റിയെടുക്കുക ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലും പല്ലും ഊറ്റിയെടുക്കും. കാരണം നമുക്ക് നന്നായിട്ട് കടിക്കണം, ചിക്കനും ബീഫും ഒക്കെ നന്നായിട്ട് തിന്നണം. അതുകൊണ്ട് നല്ല പല്ലിന്റെ ആരോഗ്യം വേണം, എല്ലുകൾക്ക് നല്ല ആരോഗ്യമാണ്. ശരീരത്തിനറിയാം, അവർ ബോഡി ഈസ് വെരി സ്മാർട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ശരീരത്തിനറിയാം ഏത് എപ്പോ എങ്ങനെ എടുക്കണം എന്നുള്ള ശരീരത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പം ഈ 800 ഇന്റർനാഷണൽ അരമണിക്കൂർ വെയിൽ കൊണ്ടാൽ നമുക്ക് കിട്ടുന്നത് എല്ലിലേക്കും പല്ലിലേക്കും മാത്രമേ തികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താ? ഇമ്മ്യൂണിറ്റി ആരെ കാത്തു സൂക്ഷിക്കുന്നത്? രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും കൂടുതൽ വേണ്ട വൈറ്റമിൻ സി അല്ല, വൈറ്റമിൻ ഇ അല്ല, വൈറ്റമിൻ ഡി ആണ്. കോവിഡ് വന്ന സമയത്ത് ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തത് വൈറ്റമിൻ ഡി, സിങ്ക് അലോങ് വിത്ത് വൈറ്റമിൻ സി ആ പറഞ്ഞത്. വൈറ്റമിൻ സി അല്ല നമ്പർ 1 പറഞ്ഞത്. ഫസ്റ്റ് സിങ്ക്, സെക്കൻഡ് വൈറ്റമിൻ ഡി. ഇമ്മ്യൂണിറ്റിയുടെ എന്താ പറയാ, അൺസങ് ഹീറോ ഓഫ് ഇമ്മ്യൂണിറ്റിയാണ് വൈറ്റമിൻ ഡി. കൊളസ്ട്രോൾ മാതിരി. ബ്രെയിനിന് ഏറ്റവും കൂടുതൽ വേണ്ടത് വൈറ്റമിൻ ഡി ആണ്. സ്ട്രോക്കിനെ സംരക്ഷിക്കാൻ വൈറ്റമിൻ ഡി വേണം. ഇപ്പൊ പഠനങ്ങൾ പറയുന്നത് ഡെമൻഷ്യ, അൽഷൈമേഴ്സ് ഡെമൻഷ്യ വരെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നാ പറയുന്നത്. അൽഷൈമേഴ്സ് ഡെമൻഷ്യ വരെ, ലിവർ സിറോസിസ് വരെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്നാ പറയുന്നത്. ലിവർ പ്രോബ്ലം ഉള്ള ആൾക്കാരെ വൈറ്റമിൻ ഡി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അല്ല, ഇപ്പൊ കഥ മാറി. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഒന്നും ലിവർ കിഡ്നി ഉള്ള ആൾക്കാരൊന്നും കഴിക്കാൻ പാടില്ല. ഇപ്പൊ കഥ മാറി സുഹൃത്തെ. 10,000 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി ഒരു ദിവസം കഴിക്കണം എന്നാ പറഞ്ഞത്. 10,000 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം 8 മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളണം. നട്ടുച്ച എന്ന് പറയുന്നത് നട്ടുച്ചയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ, വൈകുന്നേരത്തെ വെയിൽ, നട്ടുച്ചയ്ക്ക് വെയിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എത്ര ദിവസം വെയിൽ കൊള്ളണം? 10,000 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ ഒരു 4 ദിവസമെങ്കിലും വെയിൽ കൊണ്ടാലേ കിട്ടത്തുള്ളൂ. 4 ദിവസം വെയിൽ കൊണ്ടാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? വാടി കരിഞ്ഞ് ഒന്നിനും കൊള്ളാതെയാവും. ശരിയല്ലേ? അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, എവരി ഹ്യൂമൻ ബീങ്, മനുഷ്യനായിട്ട് ജനിച്ചിട്ട് എവരി ഹ്യൂമൻ ബീങ്, ഈവൻ യു ആർ ലിവിങ് ഇൻ സൗത്ത് ആഫ്രിക്ക, ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും, കൊടും ചൂടത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും,
you are running short of vitamin D, period. ഞാൻ പറയുകയാണെങ്കിൽ വൈറ്റമിൻ ഡി ലെവൽ നിങ്ങൾ 100 എങ്കിലും ഉണ്ടാവണം എന്നാ ഞാൻ പറയാം. 50, 60 ഒന്നും അല്ല. 50 ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അസ്ഥികളും അസ്ഥികളും പല്ലുകളും ഓക്കെ. ഈ ഹാർട്ടിന്റെ കാര്യം, ബ്രെയിനിന്റെ കാര്യം, ലങ്സിന്റെ കാര്യം, ഇമ്മ്യൂണിറ്റീന്റെ കാര്യം, ഈ ഗ്ലൂക്കോസിനെ കത്തിക്കുന്ന കാര്യം, മെറ്റബോളിക് റേറ്റിന്റെ കാര്യം, ഗട്ട് ഹെൽത്തിന് മെയിൻ ആയിട്ട് വേണ്ടത് വൈറ്റമിൻ ഡി ആണ്. മഗ്നീഷ്യം, വൈറ്റമിൻ ഡി, മൈക്രോബയോംസും കൂടിയിട്ടാണ് ഈ മെയിൻ ആയിട്ടും ഗട്ട് ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആയിട്ടാണ്. അപ്പൊ ഇത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും, ഗട്ട് ആയിക്കോട്ടെ, മെറ്റബോളിക് റേറ്റ് ആയിക്കോട്ടെ, ടൈപ്പ് 2 ഡയബറ്റിക് ആയിക്കോട്ടെ, ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, സ്ട്രോക്ക് ആയിക്കോട്ടെ, ഡെമൻഷ്യ ആയിക്കോട്ടെ, ഹാർട്ട് പ്രോബ്ലം ആയിക്കോട്ടെ, എനിത്തിങ് ഫോർ ദാറ്റ് മാറ്റർ, ഇറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് വൈറ്റമിൻ ഡി. ഇതിനൊക്കെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ മിനിമം 10,000 ഇന്റർണൽസ് യൂണിറ്റ്സ് എങ്കിലും വൈറ്റമിൻ ഡി ഒരു ദിവസം കിട്ടണം, എന്നാലേ ബോഡി സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ 800 ഇന്റർനാഷണൽ യൂണിറ്റ് വെച്ചിട്ട് അരമണിക്കൂർ വെയിൽ കൊണ്ടാലും, അരമണിക്കൂർ വെയിൽ കൊണ്ടാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി കിട്ടുമെന്നുണ്ടെങ്കിൽ ആ അരമണിക്കൂർ വെയിൽ കൊണ്ടാൽ എല്ലുകൾക്കും പല്ലുകൾക്കും മാത്രമേ തികയത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇത് കണക്കാണ്, റിസർച്ച് സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതൊന്നും പോരാ, 7 അയലത്തിൽ ചെല്ലൂല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ കൂടുതൽ നമ്മൾ വെയിൽ കൊള്ളുക, ഇല്ലെങ്കിൽ കൂടുതൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ഒരു ദിവസം 10,000, 15,000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഒക്കെ ഒരു ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഓവർ ഡോസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി ആ ഓവർ ഡോസും ഒരിക്കലും ബോഡിയിൽ ഒരു സൈഡ് എഫക്റ്റും ഇതേവരെ കണ്ടുപിടിച്ചിട്ടില്ല. പല ആൾക്കാരും പറയാറുണ്ട്, പക്ഷെ ഇന്ന് പറയപ്പെടുന്നത് ഓവർ ഡോസ് വൈറ്റമിൻ ഡി ഒരിക്കലും സംഭവിക്കില്ല. ഇനി ഓവർ ഡോസ് വന്നാലും ശരീരത്തിൽ ഒരു സൈഡ് എഫക്റ്റും ഒരു സൈഡ് എഫക്റ്റും ശരീരത്തിൽ ഉണ്ടാവില്ല എന്ന് റിസർച്ച് സ്റ്റഡീസ് പറയുന്നു. സോ വൈറ്റമിൻ ഡി ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ ഹാർട്ട് ആൻഡ് കാർഡിയക് ഹെൽത്ത്. അടുത്ത പോഷകം. ഇപ്പൊ നമ്മളെ വൈറ്റമിൻ ഡിയുടെ സബ്ലിംഗ്വൽ സ്പ്രേന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. സബ്ലിംഗ്വൽ സ്പ്രേയിലുള്ളത് 15 മൈക്രോഗ്രാം ആണ്, 15 mcg ആണ്, മില്ലിഗ്രാം അല്ല, 15 മൈക്രോഗ്രാം ആണ്. ഞാൻ പറയാണ് ഒരു ദിവസം ഒരു 4 സ്പ്രേ എങ്കിലും വൈറ്റമിൻ ഡിയുടെ നമ്മൾ സബ്ലിംഗ്വൽ സ്പ്രേ അടിക്കണം എന്നാ ഞാൻ പറയാൻ. അറ്റ്ലീസ്റ്റ് 4 സ്പ്രേസ് ഡെയിലി. ഓക്കെ, നെക്സ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് വൈറ്റമിൻ B6, വൈറ്റമിൻ B9 ആൻഡ് വൈറ്റമിൻ B12. ഹാവ് യു ഹേർഡ് അബൌട്ട് ദാറ്റ്? വൈറ്റമിൻ B6, B9 ആൻഡ് B12. വാട്ട് ഈസ് ദ റോൾ ഓഫ് B6, B9 ആൻഡ് B12? ഹോമോസിസ്റ്റീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് അബൌട്ട് ഹോമോസിസ്റ്റീൻ? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഹോമോസിസ്റ്റൈൻ. ഹോമോസിസ്റ്റൈൻ എന്ന് പറയുന്നത് മെറ്റബോളിക് വേസ്റ്റ് ആണ്. നമ്മുടെ ശരീരത്തില് ഇപ്പൊ നമ്മൾ അടുക്കളയിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്, അടുക്കളയിൽ ഒരു ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി ഒക്കെ നല്ല ടേസ്റ്റ് ആണ്, എവറിത്തിങ് വിൽ ബി ഫൈൻ. ബട്ട് അതിന്റെ വേസ്റ്റ്, ആ ബിരിയാണിയിൽ ഉണ്ടാക്കിയ ചിക്കന്റെ വേസ്റ്റ്, അതിന്റെ വേസ്റ്റ്, പച്ചക്കറീന്റെ വേസ്റ്റ്, എല്ലാത്തിന്റെ വേസ്റ്റ് അവിടെ കൊടുക്കും. അടുക്കള മൊത്തം ഒരു പാൻഡമിക് ആയിരിക്കും, ശരിയല്ലേ? അപ്പൊ അതൊക്കെ ആ വേസ്റ്റിനെ ഡെയിലി ആ വേസ്റ്റിനെ കളക്ട് ചെയ്തിട്ട് ഒരു സംഗതി ആക്കിയിട്ടില്ല, ഓർഡർ ആക്കിയിട്ടില്ലെങ്കിൽ, ഒരാഴ്ചത്തെ വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യാതെ സാധിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ദിവസം 2 നേരം വീട്ടിൽ അടിച്ചു വരുന്ന ആൾക്കാരുണ്ട്, ദിവസം 2 നേരം വീട്ടിൽ അടിച്ചു വരെ തുടയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ശരിയല്ലേ? അന്നേരം അതുകൊണ്ട് അന്നന്ന് എന്തിനാ ചെയ്യുന്നത്? എന്തിനാ ഡെയിലി 2 നേരം നമ്മൾ കുളിക്കുന്നത്? അന്നന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് അന്നന്ന് ബോഡി ക്ലീൻ ചെയ്യുന്നത് ഉറപ്പ്? നിങ്ങളെ ശരീരത്തില് നമ്മൾ എന്തെല്ലാം ആഹാരങ്ങളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് നമ്മളില്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഈ നാവ് എന്ന് പറയുന്ന സാധനത്തെ സംതൃപ്തിപ്പെടുത്തി നമ്മളെ ശരീരത്തിനെ കൊണ്ടേ ബടക്കാക്കി. അതിന്റെ ഏറ്റവും വലിയ നൂതനമായ റിസൾട്ടാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹോമോസിസ്റ്റൈൻ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൂടുതലായിട്ടും ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാർക്ക് ഹോമോസിസ്റ്റൈൻ ബ്ലോക്ക് ഉണ്ടാവാം, സ്മോക്കേഴ്സ് ഹോമോസിസ്റ്റൈൻ ബ്ലോക്ക്സ് ഉണ്ടാവാം. നിങ്ങളൊരു 10 കൊല്ലത്തിൽ കൂടുതൽ നിങ്ങളെ ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോമോസിസ്റ്റൈൻ ബ്ലോക്ക് ഉണ്ടാവാം. ഇനി പറയപ്പെടുന്നത് 70% ഹൃദയധമനികളിൽ ഉണ്ടാവുന്ന ബ്ലോക്കിന്റെ ഒരു കാരണം ഹോമോസിസ്റ്റൈൻ ആണ്, കൊളസ്ട്രോൾ അല്ല. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം എന്താ? കൊളസ്ട്രോൾ ഇപ്പൊ നിങ്ങളെ വീട്ടില് ഒരു ഭിത്തിയിലെ പ്ലാസ്റ്ററിങ് അടർന്നു വീണുപോയി, ഭിത്തിയിലെ നിങ്ങളെ ചുമരിലെ പ്ലാസ്റ്റർ അടഞ്ഞു വീണു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കല്ല് കാണാം, നിങ്ങളെ സ്ട്രക്ചർ കാണാം, ശരിയല്ലേ? നിങ്ങളുടെ വീടിന്റെ സ്ട്രക്ചറിന്റെ കല്ല് കാണാം, ശരിക്കും ബ്രിക്സ് കാണാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അത് ബോറാണ്, ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ബോർ എന്ത് ചെയ്യും? അത് റീപ്ലാസ്റ്റർ ചെയ്തിട്ട് പറ്റുമെങ്കിൽ അതേ രീതിയിൽ ആ ഏരിയ മാത്രം ഒന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കും, ശരിയല്ലേ? അവിടെ എന്താ സംഭവിച്ചത്? അവിടെ പ്ലാസ്റ്റർ അടർന്ന് വീണു, അപ്പൊ അവിടെ ഒരു ഹോൾ ഉണ്ടായി.
ആ ഹോളിനെ പാച്ചപ്പ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്തു? രണ്ടാമതും സിമെന്റ് വെച്ചിട്ട് നിങ്ങൾ റീഫിൽ ചെയ്തു. ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം, ഈ LDL കൊളസ്ട്രോൾ എന്ന് പറയുന്ന സാധനം ഇത്രേ ചെയ്യുള്ളൂ. എന്ത്? എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും തരത്തിൽ പ്ലേക്സ് ഉണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ പോയിട്ട് അവിടെ അടഞ്ഞിരിക്കും, ഇതിനെ അടയ്ക്കും. ഇതാണ് കൊളസ്ട്രോൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടി 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 ഇങ്ങനെ കൂടുമൊന്നുമില്ല കൊളസ്ട്രോൾ. നിങ്ങളെ രക്തക്കുഴലിലൂടെ കൊളസ്ട്രോളും ഫാറ്റും പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും എല്ലാം നിങ്ങളെ റോട്ടിലൂടെ നമ്മൾ കാറ് പോവും, ടിപ്പർ മാത്രമാണ് പോവല്ല, ടിപ്പർ പോവും, ലോറി പോവും, ബസ് പോവും, കാറ് പോവും, സൈക്കിൾ പോവും, ടൂ വീലർ പോവും, ഓട്ടോറിക്ഷ പോവും, എല്ലാം പോവും. അതേപോലെ തന്നെ ഇതൊന്നും വെറുതെ പോയിട്ട് ബ്ലോക്ക് ആവുമില്ല. ഇതൊക്കെ റോട്ടിലൂടെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എപ്പോഴാ ബ്ലോക്ക് വരിക? എവിടെയാണോ ഇൻഫ്ലമേഷൻ വരുന്നത് അവിടെ പാച്ചപ്പ് ചെയ്യാനായിട്ടാണ് കൊളസ്ട്രോൾ പോകുന്നത്. കൊളസ്ട്രോൾ പറയപ്പെടുന്നത് 80% ഹൃദയാഘാത മരണങ്ങളിലും കൊളസ്ട്രോൾ ലെവൽ നോർമലാണ്. അവരുടെ ഓട്ടോപ്സി റിപ്പോർട്ട് പരിശോധിച്ച് നോക്കിയപ്പോൾ ദിയർ കൊളസ്ട്രോൾ ലെവൽ, ദിയർ LDL കൊളസ്ട്രോൾ ആൻഡ് ദിയർ ട്രൈഗ്ലിസറൈഡ്സ് വെയർ നോർമൽ. നത്തിങ് ടു വറി അബൌട്ട് കൊളസ്ട്രോൾ. ഇനി കൊളസ്ട്രോൾ ഡ്രഗ് കഴിക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞു, സ്റ്റാറ്റിൻ ഡ്രഗ് കഴിക്കുന്ന ആൾക്കാർ സ്ഥിതി ഞാൻ പറഞ്ഞു, കോഎൻസൈം ക്യൂട്ടൺ വളരെയധികം കുറയും. LDL കൊളസ്ട്രോൾ എന്ന് പറയുന്നത് LDL കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊളസ്ട്രോൾ ഇസ് ദ മോളിക്യൂൾസ് ഓഫ് ലൈഫ് എന്നാ പറഞ്ഞത്. എന്താ പറയാ, ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ മോളിക്യൂൾ ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, കൊളസ്ട്രോൾ ലോവറിംഗ് ഡ്രഗ് കഴിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ഊർജക്കുറവ് ഭയങ്കരമായിട്ടുണ്ടാവും. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്താ സാധനം മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്? കോശങ്ങൾക്ക് ഊർജം പകരുന്ന സാധനമാണ് മൈറ്റോകോൺട്രിയ. ദ ഫർണസ് ഓഫ് എ സെൽ എന്ന് പറയും. മൈറ്റോകോൺട്രിയ ഏറ്റവും കൂടുതൽ ഉള്ളത് കണ്ണിലും ബ്രെയിനിലും ഹാർട്ടിലും ലങ്സിലും ലിവറിലും കിഡ്നിയിലും പാൻക്രിയാസിലാണ് ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയ ഉള്ളത്. അത് പ്രത്യേകിച്ച് ഹാർട്ടും ബ്രെയിനും കണ്ണിലാണ് ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയ ഉള്ളത്. കാരണം ഈ വക ഓർഗൻസ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് ശരീരത്തിന്റെ ആവശ്യമാണ്. അപ്പം ഈ കൊളസ്ട്രോൾ ലോവറിംഗ് ഡ്രഗ് കഴിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് പറയാന്നുണ്ടെങ്കിൽ നിങ്ങളെ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവും. അത് ഇറഗുലർ ഹാർട്ട് ബീറ്റിലേക്ക് എത്താം. അത് കാർഡിയക് ഫെയിലിയർ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ധമനികളുടെ ബ്ലോക്ക് വരാതിരിക്കാനാണ് നമ്മൾ കൊളസ്ട്രോൾ പില്ല് കഴിക്കുന്നതെങ്കിൽ, ഈ കൊളസ്ട്രോൾ പില്ല് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം, സെക്സ് ഹോർമോൺസിന്റെ ഫംഗ്ഷൻസ് കുറയും, ഉദ്ധാരണശേഷി കുറയും. പിന്നെ കൊളസ്ട്രോൾ ഇസ് ദ അൺസങ് ഹീറോ ഓഫ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അൺസങ് ഹീറോ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ മലയാളീകരിച്ച് എങ്ങനെയാ പറയാന്നുള്ളത് എനിക്ക് അറിയില്ല. എന്താ പറയാ, ഇമ്മ്യൂണിറ്റിയുടെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഒളിഞ്ഞിരിക്കുന്ന ഹീറോ എന്ന് പറയാൻ സാധിക്കും കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ ആണ് അൽഷൈമേഴ്സിന് തടയുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും? ബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രെയിൻ ഈസ് നത്തിങ് ബട്ട് ഫാറ്റ്. LDL കൊളസ്ട്രോൾ ആണ് ബ്രെയിൻ എന്ന് പറയുന്നത്. ന്യൂറോ സെൽസ് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആക്സൺസ്, ഡെൻഡ്രൈറ്റ്സ്, സിനാപ്സസ് ഒക്കെ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ LDL കൊളസ്ട്രോൾ ആവശ്യമാണ്. LDL കൊളസ്ട്രോൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിക്കനിലും ബീഫിലും ഒന്നും അല്ല. LDL കൊളസ്ട്രോൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളെ ബോഡി തന്നെയാണ്, നമ്മളെ ലിവർ തന്നെയാണ്. 80% LDL കൊളസ്ട്രോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെർവ് ഹെൽത്തിന് LDL കൊളസ്ട്രോൾ ആവശ്യമാണ്. സെൽ മെംബ്രെയിന്റെ ആരോഗ്യത്തിന് LDL കൊളസ്ട്രോൾ ആവശ്യമാണ്. ഇതിനെല്ലാത്തിനും ഉപരി ഇത് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ B6, അവിടെ നമ്മൾ പറഞ്ഞു നിർത്തി, B6, B9 ആൻഡ് B12 ഓർപ്പിച്ചതിന് നന്ദി. B6, B9 ആൻഡ് B12 വളരെ ആവശ്യമാണ്. B12ന്റെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് RBCയുടെ കലവറയാണ്. നമുക്കറിയാം B12ന്റെ ഫംഗ്ഷൻ. പ്രൊഡക്ട് ട്രെയിനിങ്ങിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. B12 നമ്മുടെ എന്താ പറയാ, എവിടെയെങ്കിലും രക്തധമനികളിൽ എവിടെയെങ്കിലും ബ്ലോക്സ് ഉണ്ടെങ്കിൽ അതിനെ നിർമ്മിക്കാൻ വരെ B12 ഏറ്റവും ബെസ്റ്റാണ്. സോ എവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് ഒരു 80% നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലൊക്കെ പെരിഫറൽ ബ്ലോക്സ് വരാം, കാലില് ബ്ലോക്ക് വരാം. പറയപ്പെടുന്നത് ലെഗ് അറസ്റ്റ് എന്ന് പറയും. ലെഗ് അറസ്റ്റ് ഇന്ന് കൂടുതൽ കാഫ് മസിൽസിന് കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കാർഡിയക് അറസ്റ്റ് കുറയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് എന്താ കാരണം എന്നറിയാവോ? കാരണം ലെഗ് അറസ്റ്റ് കാർഡിയക് അറസ്റ്റിലേക്ക് എത്താന്ന് പറഞ്ഞു. ലെഗ് അറസ്റ്റ് കേട്ടിട്ടുണ്ടോ? കാലറസ്റ്റ്, കാർഡിയക് അറസ്റ്റ് പോലെ തന്നെ കാലറസ്റ്റ് എന്ന് പറയും, ലെഗ് അറസ്റ്റ്. നമ്മള് ശരീരത്തിൽ എവിടെയും ബ്ലോക്ക് വരാലോ. ഹൃദയധമനികളിൽ ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മൾ ജീവനെ പേടിക്കുന്നത്. കാലിൽ ബ്ലോക്ക് വരുമ്പോൾ നമ്മൾ ജീവനെ പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ആരും ശ്രദ്ധിക്കാറുമില്ല. പക്ഷെ പറയപ്പെടുന്നത് 25% ഹൃദയധമനികളിൽ ബ്ലോക്ക് വരാനുള്ള ഒരു കാരണം കാലിൽ ബ്ലോക്കാണ് ആദ്യം വരുന്നത്. പെരിഫറൽ നെർവ്സിൽ ഉണ്ടാവുന്ന ബ്ലോക്കേജസ്. ഇതിന് വൈറ്റമിൻ B6, B9 ആൻഡ് B12 ഏറ്റവും ബെസ്റ്റാണ്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ B6ഉം B9ഉം B12ഉം കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് മനസ്സിലാക്കുക, നിങ്ങൾ രക്തചംക്രമണം പ്രോപ്പർ ആയിരിക്കും, ബ്ലഡ് ഫ്ലോ പ്രോപ്പർ ആയിരിക്കും. പിന്നെ
ഈ B9 എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത് പ്രഗ്നന്റ് ലേഡീസിനും അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും മാത്രമാണ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ ഫോളിക് ആസിഡ് B9 എന്ന് പറയുന്നത് ഇത് എന്താ പറയാ മെനോപോസൽ സ്ത്രീകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുക സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഫോളിക് ആസിഡ് ആദ്യം കഴിക്കേണ്ട വ്യക്തികൾ മനുഷ്യരാണ്, അതിൽ പുരുഷനും പെടും. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോസിസ്റ്റൈൻ ബ്ലോക്കിന് ഏറ്റവും ബെസ്റ്റ് B9 ആണ്. വൈറ്റമിൻ B9 ഫോളിക് ആസിഡ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതേസമയം B6ഉം B9ഉം B12ഉം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ 95% ഹോമോസിസ്റ്റൈൻ ബ്ലോക്കിന് തടയാൻ പറ്റും. 70% ഹാർട്ട് പ്രോബ്ലം വരാനുള്ള കാരണം LDL കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡോ അല്ല, ഹോമോസിസ്റ്റൈൻ ആണ്. 70% ഹോമോസിസ്റ്റൈൻ ആണ് കാരണമെങ്കിൽ ഇഫ് യു ആർ ടേക്കിംഗ് വൈറ്റമിൻ B6, B9 ആൻഡ് B12 റെഗുലർലി 70% നമ്മൾ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിച്ചു കൂടെ സുഹൃത്തെ എന്ന് പറഞ്ഞ വലിയൊരു ഇൻഫർമേഷൻ കൂടി അവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അടുത്തത് നെക്സ്റ്റ് പോയിന്റ്. ഇനി സൈഡ് എഫക്ട്സ് ഓഫ് സ്റ്റാറ്റിൻ ഡ്രഗ്സ്. ഇത് അറിഞ്ഞോ അറിയാതെ എന്നെ ക്ഷമിക്കുക. നിങ്ങൾ കൊളസ്ട്രോൾ പില്ല് കഴിക്കുന്നുണ്ടെങ്കിൽ, രക്തം നേർമീകരിക്കാനുള്ള നിങ്ങൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ആദ്യം മനസ്സിലാക്കുക, നിർബന്ധമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ CoQ10 സപ്ലിമെന്റ് ചെയ്തേ പറ്റൂ. If you are taking, if your friend, relative, mom, dad, son, husband, wife, somebody, whoever it matters, if they are taking statin drugs, they should consume CoQ10, period. ഒരു സംശയമില്ല. കാരണം എന്താ, ഈ സ്റ്റാറ്റിൻ ഡ്രഗ് കഴിക്കുന്നുണ്ടെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവും, സെക്സ് ഹോർമോൺസിന്റെ ഫങ്ഷൻസ് കുറയുന്നുണ്ടാവും, വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കുറയും. വൈറ്റമിൻ ഡി CoQ10 പരസ്പര പൂരകങ്ങളാണ് കേട്ടോ. അടിപൊളി സാധനമാണ് വൈറ്റമിൻ ഡി എന്തിന്റെയും കൂടെ ചേരും. അതാണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും വലിയ റോൾ. വൈറ്റമിൻ ഡി നമ്മൾ O പോസിറ്റീവ് ബ്ലഡ് ഡോണർ മാതിരിയാണ്, ആർക്കും പറ്റും, ആർക്കും കൊടുക്കാനും പറ്റും. അങ്ങനത്തെ ഒരു സാധനമാണ് വൈറ്റമിൻ ഡി. ഓക്കെ, ഇനി കൊളസ്ട്രോൾ പില്ല് കഴിക്കുന്ന ആൾക്കാർക്ക് വേറെ കാര്യം മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ ഭിത്തിമിൽ പ്ലാസ്റ്റർ അടർന്ന ഒരു കാര്യം പറഞ്ഞില്ല, ഭിത്തിമിൽ പ്ലാസ്റ്റർ അടർന്നു. ഈ കൊളസ്ട്രോൾ പില്ല് കഴിക്കുന്ന ആൾക്കാർക്ക് ആ ഇൻഫ്ലമേഷൻ അങ്ങനെ തന്നെ ഉണ്ടാവും. LDL കൊളസ്ട്രോൾ റോൾ എന്താ, എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫ്ലമേഷനെ പോയിട്ട് പാച്ചപ്പ് ചെയ്യുക എന്നുള്ള റോളാണ് LDL കൊളസ്ട്രോൾ ചെയ്തത്. പാവം LDLനെ എന്തിനാ വില്ലനായിട്ട് കാണുന്നത്? LDL വില്ലൻ അല്ല ചേട്ടാ, ചേച്ചി, സുഹൃത്തെ, പെങ്ങളെ. ഒരു കാര്യം മനസ്സിലാക്കുക, LDL ഒരു കാരണവശാലും നിങ്ങൾ വില്ലനായിട്ട് കാണല്ല. LDL ഈസ് നോട്ട് വില്ലൻ. LDL പാവാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ആ ഇൻഫ്ലമേഷനെ നേരത്തെ പറഞ്ഞ ഭിത്തിമിൽ പ്ലാസ്റ്ററിങ് അടഞ്ഞ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് LDL സഹായിക്കുന്നത്. ഈ സ്റ്റാറ്റിൻ ഡ്രഗ് കഴിക്കുന്നത് സ്വന്തം എന്താ, അവിടെ എപ്പോഴും ഇൻഫ്ലമേഷൻ ഉണ്ടാവും. നിങ്ങൾ സ്റ്റാറ്റിൻ ഡ്രഗ് കഴിക്കുന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ലോവറിങ് ഡ്രഗ് ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ മാത്രമാണ് ഒഴുകുന്നത് അല്ല. അപ്പൊ സ്റ്റാറ്റിൻ ഡ്രഗ് കഴിക്കുന്ന ആൾക്കാർക്ക് ഹാർട്ട് പ്രോബ്ലം വരില്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റ്. കാരണം എന്താ, അവിടെ ഹോമോസിസ്റ്റൈൻ ബ്ലോക്ക് വരാം, ആർട്ടീരിയൽ കാൽസിഫിക്കേഷൻ വരാം, എക്സസൈഡിലെ കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷൻ നിന്നുപോയാൽ അവിടെ ആർട്ടറീസിൽ കാൽഷ്യം ഡെപ്പോസിറ്റ്സ് വരാം. ഇങ്ങനെ പല സംഗതികളുടെ പ്രശ്നങ്ങളും വരാം. LPPLA ബ്ലോക്ക് വരാം. എപ്പോലിപ്പോപ്രോട്ടീൻ ബി കേട്ടിട്ടുണ്ടോ? APOB ബ്ലോക്സ് എന്ന് പറയും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതി, മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് APOB ബ്ലോക്സ് എന്ന് പറയും. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് ഇവിടെ. APOB ബ്ലോക്സ്, APOB വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് APOB. നിങ്ങൾ ശരിക്ക് എല്ലാവരും ടെസ്റ്റ് എടുക്കേണ്ട ഒരു സംഗതിയാണ് APOB. എല്ലാവരും നിർബന്ധമായിട്ട് നിങ്ങൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്ന അതേ ഇമ്പോർട്ടൻസോടുകൂടെ, അതിനേക്കാൾ ഒരു പടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ട 2 ബ്ലഡ് ടെസ്റ്റ് ആണ്. ഒന്ന് APOB, എപ്പോലിപ്പോപ്രോട്ടീൻ ബി എന്ന് പറയും, APOB. APOBന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക് APOB കൂടും. ഇൻസുലിൻ റെസിസ്റ്റന്റ് ആർക്കുണ്ടാവാം? നിങ്ങളൊരു 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് 46 ഞാൻ കഴിഞ്ഞ ആഴ്ച പോയി ചെക്ക് ചെയ്തു, എന്റെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്തു. ഐ ആം നോട്ട് ഇൻസുലിൻ റെസിസ്റ്റന്റ്, എനിക്ക് മനസ്സിലായി. അപ്പൊ APOB ബ്ലോക്സ് വരാനുള്ള സാധ്യത കുറവാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം വലിയൊരു കാര്യം, വലിയൊരു ഇൻഫർമേഷൻ അവിടെ കിട്ടിയത് ഹൈപ്പർ ഇൻസുലിനീമിയ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക് നിർബന്ധമായിട്ടും APOB ബ്ലോക്സ് ഉണ്ടാവും. അപ്പം അത് ശ്രദ്ധിക്കുക, APOB ലെവൽസ് ചെക്ക് ചെയ്യുക. രണ്ടാമത് കാര്യം, APOB മോളിക്യൂൾസ് ആർ സ്മോളർ. APOB മോളിക്യൂൾസ് വളരെ ചെറിയ മോളിക്യൂളാണ്. നമ്മൾ എന്താ പറയാ,
ഈ എന്താ പറയാ മഞ്ചാടിക്കുരു വെച്ചിട്ട് ബോട്ടിൽ നിറയ്ക്കുന്നതും ഗോട്ടി വെച്ചിട്ട് ബോട്ടിൽ നിറയ്ക്കുന്നതും വ്യത്യാസം. മഞ്ചാടിക്കുരു വളരെ ചെറുതാണ് അല്ലേ? പക്ഷെ ഒരു ഗോട്ടി ഉണ്ടെങ്കിൽ 10 മഞ്ചാടിക്കുരു വേണം. പക്ഷെ ആ ഗോട്ടി എന്ന് പറഞ്ഞ സാധനമാണ് LPA എന്ന് പറയും. LPA ഇസ് ബിഗർ മോളിക്യൂൾ. കുറച്ചുകൂടെ വലിയ ബ്ലോക്കേജസ് വരാനുള്ള സാധ്യതയുണ്ട്. ടിപ്പർ ലോറികളും എന്താ പറയാ ക്യാപ്സ്യൂൾ പോലത്തെ സാധനമാണ് LPA എന്ന് പറയും. ഈ APOB മാരുതിയും ഓംനിയും ഓട്ടോറിക്ഷയും ടൂ വീലറും ഒക്കെയാണ് ചെറിയ ചെറിയ മോളിക്യൂൾസ് ആണ്. പക്ഷെ LPA മോളിക്യൂൾസ് ആർ വെരി മച്ച് ബിഗർ. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് APOB ടെസ്റ്റ് ആൻഡ് LPA ടെസ്റ്റ് എന്ന് പറയും. APOB അപ്പോലിപ്പോപ്രോട്ടീൻ ബി, LPA ലിപ്പോപ്രോട്ടീൻ എ എന്ന് പറയും. ലിപ്പോപ്രോട്ടീൻ എ. ഈ ലിപ്പോപ്രോട്ടീൻ എ എന്ന് പറഞ്ഞ APOB മോളിക്യൂൾസ് ആർ കാരിയേഴ്സ് ഓഫ് LDL കൊളസ്ട്രോൾ ആൻഡ് ലിപ്പോപ്രോട്ടീൻ മോളിക്യൂൾസ് ആർ കാരിയേഴ്സ് ഓഫ് ട്രൈഗ്ലിസറൈഡ്സ്. ഇവിടെയാണ് ട്രൈഗ്ലിസറൈഡ് വില്ലനായിട്ട് വരുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രൈഗ്ലിസറൈഡ് ആർ സ്ലൈറ്റ്ലി ബിഗർ മോളിക്യൂൾസ് കമ്പയർഡ് ടു LDL മോളിക്യൂൾസ്. ഇവിടെ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ വരാം. ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ LPA ബ്ലോക്സ്, അതാ പറഞ്ഞത് LPA ബ്ലോക്സ് ആർ ബിഗർ. അപ്പം കുറച്ചുകൂടെ വലിയൊരു ബ്ലോക്കേജസ് അവിടെ വഴി തടസ്സപ്പെട്ടു പോകാനുള്ള സാധ്യത അവിടെ കിടക്കും. ആർട്ടീരിയൽ കാൽസിഫിക്കേഷനും വരാം, ഹോമോസിസ്റ്റൈൻ ബ്ലോക്സും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത് രണ്ട് ശരിക്കും മനസ്സിലാക്കുക. പ്രത്യേകിച്ചും എല്ലാവരും നമ്മൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ അതേ സീരിയസ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് APOB ആൻഡ് LPA എന്ന് പറഞ്ഞ രണ്ട് ടെസ്റ്റ്. ഈ ഹാർട്ട് ബ്ലോക്സ് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റാണ് ഇത് രണ്ടും. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് കോർട്ടിസോൾ ലെവൽസ്, സ്ട്രെസ് ലെവൽ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എടുക്കാൻ നമുക്ക് സമയമല്ല. ഓൾറെഡി വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. സ്ട്രെസ് ലെവൽ കൂടിയിട്ടുണ്ടെങ്കിൽ കോർട്ടിസോൾ ലെവൽ കൂടാൻ ചാൻസ് ഉണ്ട്. കോർട്ടിസോൾ ലെവൽ കൂടിയാൽ ഹാർട്ടിന്റെ ലോഡ് കൂടും, ഹാർട്ടിലെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. പല ഹാർട്ടിന് മാത്രമല്ല ബോഡിയിലുള്ള കംപ്ലീറ്റ് ഹോർമോണൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. ഇത് വലിയൊരു പ്രശ്നമുണ്ട്. ആദ്യം എത്തുന്ന ലോഡ് ഹാർട്ടിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അത് വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ സൈൻസ് ഓഫ് കൊളസ്ട്രോൾ, കോർട്ടിസോൾ ലെവൽസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സിംറ്റംസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് പറയാനുള്ള ടൈമില്ല, നമുക്ക് പിന്നീട് നോക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് അല്ല, അടുത്തൊരു പോയിന്റ് ആണ് വിസറൽ ഫാറ്റ്. എത്ര പേര് വിസറൽ ഫാറ്റിനെ കുറിച്ച് കൺസേൺഡ് ആണ്? ബോഡി ഫാറ്റ് നമുക്കറിയാം, ശരീരത്തിൽ വണ്ണം കൂടിയോ ഇല്ലയോ എന്നുള്ള ശരീരം നോക്കിയാൽ അറിയാം. പക്ഷെ അതേസമയം വിസറൽ ഫാറ്റ് എത്ര പേർക്ക് അറിയാൻ പറ്റും? നമ്മൾ പല ആൾക്കാർ കഴിഞ്ഞ മുന്നത്തെ 2 ആഴ്ച മുന്നേ നമ്മളൊരു ഫാറ്റി ലിവറിന്റെ നമ്മൾ സെഷൻ ചെയ്തു. ലിവറിൽ മാത്രമായിട്ട് കൊഴുപ്പടഞ്ഞു കൂടുകയല്ല, കരളിൽ കൊഴുപ്പടഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് മുൻപ് കൊഴുപ്പടഞ്ഞു കൂടാൻ സാധ്യതയുള്ള അവയവങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് കൊഴുപ്പടഞ്ഞു കൂടുന്ന ഓർഗൻ നാവാണ്, ടങ്ക്. സെക്കൻഡ് ലങ്സ്, ഹാർട്ട്. ഇവിടേക്കാണ് ആദ്യം കൊഴുപ്പടഞ്ഞു കൂടുന്നത്. പിന്നീടൊക്കെയാണ് കരളിൽ കൊഴുപ്പടഞ്ഞു കൂടുന്നത്. അപ്പം ശരീരത്തിൽ അവയവങ്ങൾക്ക് കൊഴുപ്പടഞ്ഞു കൂടിയതിന് ശേഷമാണ് നമ്മൾ എന്താ പറയാ വയറിലെ കൊഴുപ്പ്, ബട്ടക്സിലെ കൊഴുപ്പ്, ഷോൾഡറിലെ കൊഴുപ്പ്, ഇവിടെ കൊഴുപ്പ്, ഹിപ്പിലെ കൊഴുപ്പ്, സൈഡിലെ കൊഴുപ്പൊക്കെ ഉണ്ടാവുന്നത്. വിസറൽ ഫാറ്റ് കഴിഞ്ഞു. ഇനി ശരീരത്തിൽ എവിടെയും ഫാറ്റ് സ്റ്റോർ ചെയ്യാനില്ല. കാരണം നമ്മൾ അതിന് മാത്രം അരി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. വെളുത്ത ചോറ്, വെളുത്ത പുട്ട്, വെളുത്ത അപ്പം, വെളുത്ത ഇഡ്ഡലി, വെളുത്ത ദോശ, വെളുത്ത പൊറോട്ട, വെളുത്ത ചപ്പാത്തി, വെളുത്ത അരി, ഇതിങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുക 3-4 നേരം. ഇതെങ്ങോട്ടാ സംഭവിക്കുന്ന? ആദ്യം വിസറൽ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. ബോഡി അറിയും ഇതിങ്ങനെ ഞാൻ എക്സസൈസിലെ ഫാറ്റ് ഇങ്ങനെ സ്റ്റോർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പിന്നെയും ഈ ചങ്ങായി അരി ഭക്ഷണം തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ എന്ത് സംഭവിക്കും? ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പടഞ്ഞു കൂടും. ഈ കൊഴുപ്പടഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ ഒബേസിറ്റി ആയിരുന്നു മാഡം. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് എത്തും. ഇൻസുലിൻ റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥ വരും. അത് ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് പോകും. ടൈപ്പ് 2 ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഹൈപ്പർ ഇൻസുലിനിയ വന്നു കഴിഞ്ഞാൽ കാർഡിയാക് അറസ്റ്റ് സംഭവിക്കും. പിന്നെ അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ഓട്ടോമിൻ ഡിസോർഡറുകൾ എല്ലാം ഉണ്ടാവും. പ്രധാനപ്പെട്ട റീസൺ എന്താ? വിസറൽ ഫാറ്റ് ആണ്. അപ്പൊ പല ആൾക്കാരും വയറ് കുറയ്ക്കാനായിട്ട് ജിമ്മിലൊക്കെ പോകും. 3-4 മാസം ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യും. ഞാൻ ജിമ്മിൽ 2-3 മാസം വർക്കൗട്ട് ചെയ്തു, എന്റെ വയറൊന്നും കുറയുന്നില്ല. വയറ് കുറയത്തില്ല. കാരണം എന്താ? വയറ് ലാസ്റ്റേ കുറയുള്ളൂ. ഏറ്റവും ലാസ്റ്റ് കൊഴുപ്പടഞ്ഞു കൂടിയതാണ് വയറിലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് മാത്രമേ വയറിൽ കൊഴുപ്പടഞ്ഞു പോവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് വിസറൽ ഫാറ്റ് കുറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. ഏറ്റവും വയറിന് കൊഴുപ്പ് പോയതിന് ശേഷമാണ് വിസറൽ ഫാറ്റ് കുറയുന്നത്. അപ്പൊ ആദ്യം തന്നെ വിസറൽ ഫാറ്റ് കുറയാനുള്ള ടെക്നോളജീസ് ഒന്നും ശരീരത്തിലില്ല. പക്ഷെ വിസറൽ ഫാറ്റ് ഒരു പരിധിവരെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ ശരീരത്തിൽ കൂടുതൽ നമ്മൾ അരി ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് തന്നെ വിസറൽ ഫാറ്റ് വളരെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഹാർട്ടിലൊക്കെ വിസറൽ ഫാറ്റ് കൂടുതലുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. ഹാർട്ടിൽ ശരിയായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കില്ല. പെട്ടെന്ന് കാർഡിയാക് അറസ്റ്റ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് ചെറുപ്പക്കാർ തീരെ ശ്രദ്ധിക്കാത്ത സംഗതിയാണ്. വിസറൽ ഫാറ്റ് ചെറുപ്പക്കാർ തീരെ ശ്രദ്ധിക്കാത്ത സംഗതി. ഞാൻ ചെറുപ്പമല്ലേ,
എനിക്ക് ഹാർട്ടിൽ പ്രശ്നമൊന്നും വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നള്ളിഫൈ ചെയ്യുന്ന നെഗ്ലക്ട് ചെയ്യുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് വിസറൽ ഫാറ്റ്. വേറൊരു സാധനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഗ്നീഷ്യം. ഞാൻ മഗ്നീഷ്യത്തെ കുറിച്ച് ഒരൊറ്റ വാക്ക് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ആരോഗ്യത്തോടുകൂടെ ജീവിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരണം വരെ സപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു ന്യൂട്രീഷനാണ് മഗ്നീഷ്യം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. വി ആർ റണ്ണിങ് ഷോർട്ട് ഓഫ് ടൈം. നെക്സ്റ്റ്, അടുത്ത ന്യൂട്രീഷൻ നൈട്രിക് ഓക്സൈഡ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇന്ന് നമ്മൾ ഇവിടുത്തെ എന്താണെന്നറിയില്ല, ഇവിടുത്തെ ഡോക്ടേഴ്സ് ഒന്നും ഇവിടുത്തെ മെഡിക്കൽ ഫിസീഷ്യൻസ് ഒന്നും നൈട്രിക് ഓക്സൈഡിനെ കുറിച്ച് തീരെ കൺസേൺഡേ അല്ല. ഇഫ് യു ആർ ടേക്കിംഗ് നൈട്രിക് ഓക്സൈഡ് കണ്ടിന്യൂസ്ലി യുവർ ആർട്ടറീസ് വിൽ ബി ക്ലീൻ എന്നാ പറഞ്ഞത്. നിങ്ങൾ ഹൃദയധമനികൾ വൃത്തിയായി സൂക്ഷിച്ചു വെക്കാൻ ഏറ്റവും നല്ല പോഷകം ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നൈട്രിക് ഓക്സൈഡ്. ഇത് വലിയൊരു ഇൻഫർമേഷൻ ആ സുഹൃത്തെ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് എലാർജിനൈൻ? പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഞാൻ എലാർജിനൈൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഏറ്റവും കൂടുതൽ നൈട്രിക് ഓക്സൈഡ് ഉള്ളത് എലാർജിനൈനിലാണ്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടേക്കിംഗ് നൈട്രിക് ഓക്സൈഡ്? ഒരു പക്ഷേ എന്റെ ഹൃദയധമനിയിൽ 30% ബ്ലോക്ക് ഉണ്ടാവും, എനിക്കറിയില്ല. ബ്ലോക്ക് ഇല്ലാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ബ്ലോക്ക് ഉണ്ടാവും. ഒരു 15 വയസ്സ് 20 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോക്കേജ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എന്താ പറഞ്ഞത്? മേടിച്ചിട്ടുണ്ട്. മേടിച്ചിട്ട് വീട്ടിൽ വെച്ചാൽ പോരാ, അത് പല ആൾക്കാർ മാസത്തിൽ 2 എണ്ണൊക്കെ കഴിക്കുക. വല്ല ആലോചിച്ചിട്ട് പല മാസത്തിൽ 2 എണ്ണം കഴിച്ചാൽ പോരെ. പല ആൾക്കാരും വെച്ചിട്ട് ഇപ്പൊ സരസ്വതി പൂജയൊക്കെ വരാൻ പോയാ പൂജയ്ക്ക് വെക്കും അല്ലാർജനെ വാങ്ങിയിട്ട്, വല്ലപ്പോഴും ഒരു ദിവസം കഴിച്ചാലായി. ഇങ്ങനെയൊന്നും കഴിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് ഓൾട്ടർനേറ്റ് ഡേയ്സ് എങ്കിലും നിങ്ങൾ എലാർജിനൈൻ കഴിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ പക്ക വെൽനസ് കൺസൾട്ടന്റോട്, ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്ന കൺസൾട്ടന്റിനോട് ചോദിച്ചിട്ട് എലാർജിനൈൻ കൺസ്യൂം ചെയ്യാം. അല്ലാത്ത വ്യക്തികൾ ഹൃദയധമനികൾ വൃത്തിയായി സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എലാർജിനൈൻ സപ്ലിമെന്റ് ചെയ്യണം നൈട്രിക് ഓക്സൈഡ്. നൈട്രിക് ഓക്സൈഡ് വേറെ കാര്യം, 74% നൈട്രിക് ഓക്സൈഡ് സ്ഥിരമായിട്ട് കഴിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് 74% നിങ്ങളുടെ ഹാർട്ട് ഡിസീസ് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് പഠനങ്ങൾ പറയുന്നു. അടുത്തത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മസിൽ മാസ്. മസിൽ മാസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാത്തിലും പറയപ്പെടുന്നത് എന്താണ് മസിൽ മാസ്? മസിൽസിന്റെ റോൾ എന്താണ്? നമ്മൾ പുറമേ കാണുന്ന മസിൽസിന്റെ റോൾ എന്താണ്? ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന, ഞാൻ ഇഷ്ടം ഉണ്ടായിട്ട് പോയി വർക്കൗട്ട് ചെയ്യുന്നൊന്നും അല്ല. പലപ്പോഴും ജിമ്മിൽ കയറുമ്പോൾ തോന്നും, ഇനിയിപ്പോ ഇനി ഒരു 1.5 മണിക്കൂർ അവിടെ ഈ വെയിറ്റ് ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യണ്ടേ. പക്ഷെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരൊറ്റ സംഗതിയാണെന്ത്? ഇഫ് യു ഹാവ് ക്വൈറ്റ് ഗുഡ് മസിൽസ്, നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടാവില്ല. നിങ്ങളുടെ ശരീരത്തിൽ മസിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, കാർഡിയാക് പ്രോബ്ലം പോലത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. When I joined the gym 6 years back, I was suffering from chronic back pain. വളരെയധികം ക്രോണിക്. ഞാൻ ആ ജിമ്മിലെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിന് ലേഡിനോട് ഞാൻ പറഞ്ഞത്, എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എനിക്ക് വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ശരീരമൊക്കെ ഒന്ന് നനക്കണം താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് നല്ല ക്രോണിക് ബാക്ക് പെയിൻ ആണ് മാഡം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ട്രെയിനറോട് ആദ്യം പറഞ്ഞു, ചേട്ടാ, മോനേട്ടൻ എന്ന പേര്, മൂപ്പര് കരുവാരക്കുണ്ട് ഭാഗത്താണ് മൂപ്പര് വീട്. മോനേട്ടനൊരു എന്റെ ആദ്യത്തെ ഗുരു. മോനേട്ടാ, എനിക്ക് ബാക്ക് പെയിനാ മോനേട്ടാ, എനിക്ക് അങ്ങനത്തെ വർക്കൗട്ട് ഒന്നും തരരുത് കേട്ടോ. എന്നാ വാ മോനെ പറഞ്ഞു. ആദ്യം എന്നെ ചീച്ച വർക്കൗട്ട് ചെയ്താന്ന് അറിയോ? ഡെഡ് ലിഫ്റ്റ്. 10ന്റെ റിങ് 10ന്റെ ഡിസ്ക് 2 ഭാഗത്ത് ഇട്ടിട്ട് മറ്റേ 20ന്റെ വലിയ റോഡ് എടുത്തിട്ട് ഡെഡ് ലിഫ്റ്റ് എടുത്തോളം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡെഡ് ലിഫ്റ്റോ? ഊരവേനയായിട്ടോ? അന്ന് എനിക്ക് മനസ്സിലായി എന്ത്, മസിൽസ് നമുക്ക് സ്ട്രോങ് ആയിട്ട് ബിൽട്ടപ്പ് ചെയ്യാൻ സാധിച്ചാൽ നമ്മളെ ശരീരത്തിൽ ഒരു വേദനകളും ഒരു ഇൻഫ്ലമേഷനും ഒരു അസുഖവും ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. പിന്നീടാണ് അത് ശാസ്ത്രീയമായിട്ട് പ്രൂവ് ചെയ്തെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ഈ കഴിഞ്ഞൊരു 1.5-2 കൊല്ലമായിട്ടാണ് ശരിക്കും മനസ്സിലാക്കിയത്. മസിൽസ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർട്ട് ബീറ്റ്, നിങ്ങളെ ബ്രെയിൻ ഫങ്ഷൻസ്, ഈവൻ ഡെമൻഷ്യ വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഏറ്റവും ബെസ്റ്റ് മസിൽസിന് ഏറ്റവും വലിയ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ നന്നായിട്ട് കത്തിക്കാനായിട്ട് സാധിക്കും മസിൽസിന്. നമ്മൾ ഇന്ന് പറയുന്ന ഹാർട്ട് ഡിസോർഡേഴ്സ് എല്ലാത്തിനും വരാനുള്ള ഒരു കാരണം എന്താ? എക്സസ് ഗ്ലൂക്കോസ് ആണ്. എക്സസ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ പഞ്ചസാര മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും ഗ്ലൂക്കോസ് ആണ്. കാർബോഹൈഡ്രേറ്റ് എല്ലാം 80% ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഇതിനെല്ലാത്തിനും റെസ്ട്രിക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസിൽ വർക്കൗട്ട് വളരെയധികം നിർബന്ധം. ഓക്കെ, അപ്പൊ ടു സമ്മപ്പ് വിത്ത്, നമ്മൾ ഇന്നത്തെ സെഷൻ നമ്മൾ സമ്മപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഹാർട്ടിന് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രിയന്റ് നമ്പർ 1 ഏതാണെന്ന് ചോദിച്ചാൽ നമ്പർ 1 വൈറ്റമിൻ ഡി തന്നെയാണ്, യാതൊരു സംശയമില്ല. ഹാർട്ടിന് മാത്രമല്ല
ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ എന്താ നമ്മൾ നേരത്തെ സംസാരിച്ചത്, ഡെത്തിന്റെ വാക്സിനേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ വൈറ്റമിൻ ഡിനെ കണക്കാക്കാം. സെക്കൻഡ്, കോക്യൂട്ടൻ. ഹാർട്ടിന്റെ മസിൽസിന് ഏറ്റവും ബെസ്റ്റ് ആണ് കോക്യൂട്ടൻ. കോക്യൂട്ടൻ മറന്നു പോകരുത്. സ്റ്റാറ്റിൻ ഡ്രഗ് കഴിക്കുന്ന ആൾക്കാർ, രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി മരുന്ന് കഴിക്കുന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും കോക്യൂട്ടൻ കഴിച്ചിരിക്കണം. തേർഡ്, മഗ്നീഷ്യം. നമ്മളെ CMD, നമ്മളെ കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സിൽ 50% അടങ്ങിയിട്ടുള്ളത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം വളരെയധികം എഫക്റ്റീവ് ആണ്. മഗ്നീഷ്യം നാച്ചുറൽ ഫോമിലുള്ള മഗ്നീഷ്യം ആണ് നമുക്ക് കയ്യിൽ കിട്ടുന്നത്. അതും നമുക്ക് നേച്ചേഴ്സ് മഗ്നീഷ്യം ആണ്, നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന മഗ്നീഷ്യം ആണ്. വെള്ളത്തിലൂടെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന മഗ്നീഷ്യത്തിന് അബ്സോർപ്ഷൻ കപ്പാസിറ്റി വളരെയധികം കൂടുന്നുണ്ടാവും. ഇഫ് യു ആർ ടേക്കിംഗ് CMD റെഗുലർലി, ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് ഫോർ യുവർ ഹാർട്ട് ആൻഡ് ബ്രെയിൻ. ഓക്കെ. ദെൻ L-arginine, നൈട്രിക് ഓക്സൈഡ് ഉണ്ട് അതിൽ, വൈറ്റമിൻ B6 ഉണ്ട്, B9 ഉണ്ട്, B12 ഉണ്ട്. നിങ്ങളെ ആർട്ടറീസ്, നിങ്ങൾ ഹൃദയ ധമനികൾ വൃത്തിയായി സൂക്ഷിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ L-arginine കൺസ്യൂം ചെയ്തിരിക്കണം. പിന്നെ ഇൻഫ്ലമേഷന് നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് കുർക്കുമിൻ. കുർക്കുമിൻ പ്ലസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മളിലുണ്ട്. ബെസ്റ്റ് ആന്റി ഇൻഫ്ലമേറ്ററി. ശരീരത്തിൽ എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഫ്ലമേഷനെ പാച്ചപ്പ് ചെയ്യാൻ നാച്ചുറൽ ആയിട്ട് സാധിക്കുന്ന, പ്രത്യേകിച്ച് എൻഡോത്തീലിയം എന്ന് പറയും. എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ ഹൃദയ ധമനികൾക്ക് ഒരു എക്സ്ട്രാ ലെയർ കൊടുത്തിട്ടുണ്ട് ദൈവം. ഈ എന്താ പറയാ, നമ്മള് ഈ പുട്ടിയടിക്കുക എന്നൊക്കെ പറയില്ലേ, ഈ ഇതിന്റെ മുകളിൽ പുട്ടിയടിച്ചതിന് ശേഷമാണ് പെയിന്റ് അടിക്കുക. ഈ പുട്ടിയടിച്ച ഏക എന്താ പറയാ ധമനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻഡോത്തീലിയമാണ്, നമ്മൾ കൊറോണറി ഹാർട്ട് വെസൽസ് ആണ്. എന്താ വെച്ചാൽ നമുക്കറിയാം, ദൈവത്തിന് അറിയാം, നമ്മൾ ഈ കുരുത്തക്കേടൊക്കെ കാണിക്കും, നമ്മൾ ഈ പരിപ്പുവടയും ഉഴുന്നുവടയും എല്ലാം കഴിക്കുന്നുണ്ടോ എന്നുള്ളത് നന്നായിട്ട് അറിയാം. വേറൊരു കാര്യം മനസ്സിലാക്കുക, മയോനൈസ് എന്ന് പറയുന്ന സാധനം ഇനി മുതൽ ഒരുത്തം തൊട്ടുപോരുത്. ഏറ്റവും ഹൈ ട്രൈഗ്ലിസറൈഡ്, ഹൈ ഫാറ്റ്, ഹൈ വിസറൽ ഫാറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ശരീരത്തിന് മൊത്തം നശിപ്പിച്ച് കളയുന്ന ഒരു ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ നമ്പർ 1 ഫുഡാണ് മയോനൈസ്. ഐ ആം നോട്ട് അഗൈൻസ്റ്റ് മയോനൈസ് ബിസിനസ്, ബട്ട് മയോനൈസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഇതൊക്കെ നമ്മളെ ശരീരത്തിന് വിസറൽ ഫാറ്റ് കൂട്ടുന്നുണ്ടാവും, സഡൻ കാർഡിയക് അറസ്റ്റിനൊക്കെ. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, ഈ ചെറിയ കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ചെറുതാവുമ്പോൾ വലിയ കാര്യമായി. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓവറോൾ നമ്മൾ മസിൽ വർക്കൗട്ട് വളരെയധികം നിർബന്ധമാണ്. ഈ കുറെ ഗുളികയും പൊടിയും മാത്രം വഹിച്ചുകൊണ്ട് എന്റെ ഹാർട്ട് ഹെൽത്തി ആണെന്ന് പറഞ്ഞു ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇപ്പൊ പല ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറില്ല ജീവിതത്തിൽ? ചെയ്യാറുണ്ട്, ശരിയാണ്, ചെയ്യാറുണ്ട്. പല അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളും നമ്മളും ചെയ്യാറുണ്ട്. ചിലപ്പോൾ ബിരിയാണി കഴിക്കും, ചിലപ്പോൾ പൊരിച്ച്, ചിലപ്പോൾ നല്ല പരിപ്പോട് കിട്ടിയവർ നല്ല പരിപ്പോട് കഴിക്കാറുണ്ട്. പഴംപൊരി കഴിച്ചിട്ട് വർഷങ്ങളെ ആരെങ്കിലും പഴംപൊരി കഴിക്കുന്നത് കണ്ടാൽ നമുക്കും തോന്നും, ഒരു പഴംപൊരി കിട്ടിയിരുന്നെങ്കിൽ നന്നാവും, ചുട പഴംപൊരി കിട്ടിയിരുന്നെങ്കിൽ നന്നാവും എന്ന് നമുക്കും തോന്നാറുണ്ട്. ഈ അനാരോഗ്യകരമായിട്ടുള്ള സംഗതികൾ ഉണ്ടെങ്കിൽ, എന്ത് അനാരോഗ്യ സംഗതി ഉണ്ടെങ്കിൽ അതിന് ഏക പരിഹാരം സപ്ലിമെന്റേഷൻ അല്ല. ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, എക്സസൈസ്. ഏത് എക്സസൈസ്? മസിൽ വർക്കൗട്ട്. ബിക്കോസ് മസിൽസ് വിൽ ഗിവ് യു പെർഫറേഷൻ. കറക്റ്റ് ആയിട്ട് മലയാളത്തിൽ എന്താന്ന് പറയാൻ അറിയില്ല, ഒരു കവചം എന്ന് വേണമെങ്കിൽ പറയാം. ആരോഗ്യത്തിന്റെ കവചമാണ് മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും കൂടെ ശ്രദ്ധിക്കുക. സപ്ലിമെന്റേഷന്റെ കൂടെ നിങ്ങളെ തൊട്ടടുത്ത്, ഞാൻ ഏത് പ്രസന്റേഷനും ക്ലോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നിങ്ങളെ തൊട്ടടുത്ത് ഏതെങ്കിലും ജിമ്മിൽ പോയിട്ട് ഒരു ദിവസം ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ട്രെയിനർ പറയുന്ന രീതിയിൽ ചെറിയ വെയിറ്റ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുക. എന്റെ ജിമ്മിൽ 73 വയസ്സായ പിള്ളച്ചേട്ടൻ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറയാൻ വിട്ടു, കഴിഞ്ഞ ദിവസം ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീൽ ചെയറിൽ ഒരാൾ വന്നിട്ടുണ്ട്, ഒരു കാലില്ല. ഞാൻ ഫോട്ടോ എടുക്കണം എന്ന് വിചാരിച്ച, പിന്നെ അദ്ദേഹം എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഒരു കാലില്ലാത്ത ഒരാള്, ഒരു കാല് മാത്രമേ ഉള്ളൂ. ഞാൻ ആലോചിച്ചു, ഇദ്ദേഹം എങ്ങനെ വർക്കൗട്ട് ചെയ്യും? ഇദ്ദേഹം അപ്പർ ബോഡി ഫാറ്റും ഇവിടെയൊക്കെ ഫാറ്റ് ഭയങ്കരമായിട്ട് കൂടുതൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനെ കുറയ്ക്കാൻ വേണ്ടി ജിമ്മിൽ വന്നിരിക്കുകയാണ് ജോയിൻ ചെയ്യാനായിട്ട്. ഒരു കാലില്ലാത്ത ആൾക്ക് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ദൈവം നിങ്ങൾക്ക് 2 കൈയും 2 കാലും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ എന്തിനാ സുഹൃത്തെ എക്സ്ക്യൂസ് പറയുന്നത്? ഇനി ഒരിക്കലും എക്സ്ക്യൂസ് പറയരുത്. കാരണം ഇഫ് യു വാണ്ട് ടു ബി ഹെൽത്തി, യു ഹാവ് ടു എക്സസൈസ് റെഗുലർലി. നടത്തം, ഓട്ടം എല്ലാം ഗുഡ്, ദിസ് ആർ ഓൾ ഫൈൻ, ദിസ് ആർ ഓൾ ഗുഡ് എക്സസൈസ്. ബട്ട് നടത്തം അലോൺ വിൽ കിൽ യുവർ മസിൽസ്. നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിലെ ഫാറ്റും കുറയും, മസിൽ ലോസും ഉണ്ടാവും.
ഞാൻ പറയും മസിൽ ലോസും ഫാറ്റ് ലോസും വ്യത്യാസമുണ്ട്. ജിമ്മിൽ പോയാൽ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് ഉണ്ടാവും, മസിൽസിനെ സംരക്ഷിച്ചുകൊണ്ട് കൊഴുപ്പിനെ മാത്രം വിഘടിപ്പിക്കാനായിട്ട് സാധിക്കും. അതേസമയം നടത്തം, ഓട്ടം, വാക്കിംഗ്, ജോഗിങ്, സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മസിൽ ലോസും ഉണ്ടാവും, അതേപോലെ തന്നെ ഫാറ്റ് ലോസും ഉണ്ടാവും, രണ്ടും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അത് കുറച്ചുകൂടെ ഞാനും നടക്കാറുണ്ട്, ഓടാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്, സൈക്ലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ മാക്സിമം പോയാൽ 20 മിനിറ്റ്സിൽ കൂടുതൽ ചെയ്യാറില്ല. ഈവൻ വെയിറ്റ് ട്രെയിനിങ് വരുന്നത് നല്ല വർക്കൗട്ടാണ്, മീൻസ് നല്ല കാർഡിയോ വർക്കൗട്ട് ഒക്കെയാണ് എല്ലാത്തിലും വരുന്നത്. അതുകൊണ്ട് അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ തന്നെ സപ്ലിമെന്റേഷനും കൂടെ ഈ പറഞ്ഞ എലാജിനൈൻ, കോക്യൂട്ടൻ, ഈ പറയുന്ന വൈറ്റമിൻ ഡി, CMD, മെഗ്നീഷ്യം, ഇൻഫ്ലമേഷൻ വരാതിരിക്കാൻ കുർക്കുമിൻ, ആൻഡ് ഓഫ് കോഴ്സ് ഈ ബ്ലഡ് ടെസ്റ്റുകൾ, omega-3 ഇൻഡെക്സ്, വൈറ്റമിൻ ഡി റെഗുലറായിട്ട് ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ B6, B9, B12 അത് ചെക്ക് ചെയ്യണം നിർബന്ധമല്ല. എല്ലാത്തിനും വൺസിന് അറ്റ്ലീസ്റ്റ് വീക്ക്ലി ത്രൈസ് എങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ ആംപിൾ ഓഫ് വൈറ്റമിൻ B6, B9 ആൻഡ് B12. നമ്മൾ B12 സബ്ലിംഗൽ സ്പ്രേ ഉണ്ട്, നൈട്രിക് ഓക്സൈഡ് അതിൽ വളരെ എഫക്റ്റീവ് ആണ്. അതേപോലെ തന്നെ APOB ലെവൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. APOB ലെവൽസ് വളരെയധികം ചെക്ക് ചെയ്യുക, LPA ലെവൽസ് ചെക്ക് ചെയ്യുക. ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് IL-6ഉം CRP മാത്രം പോരാ, CRP മെയിൻ ആയിട്ട് ഓട്ടോമിൻ ഡിസോർഡർ ചെക്ക് ചെയ്യുന്നതാണ്. CRPന്റെ കൂടെ IL-6ഉം LPPLA ടെസ്റ്റ് ഒക്കെ ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മാറ്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ എനിക്കൊരു ഹായ് വിട്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള മാറ്റർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. ഇതൊക്കെയാണ് ബ്ലഡ് ടെസ്റ്റ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, ആകെ മൊത്തം നമ്മൾ പറഞ്ഞാല് ഒരു കോംപ്ലിക്കേറ്റഡ് സെഷനായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ ഇതെല്ലാമാണ് ഇന്നത്തെ പ്രശ്നം. ഈ ടെസ്റ്റുകളൊക്കെ സമപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ ഒരു 40-കാരനോട് ഒരു 50-കാരനോട് എടുക്കാം. ഒരു 50-കാരനോട് എടുക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ എടുക്കുന്നുണ്ടാവും. ഒരു 30 വയസ്സുകാരനോട് എടുക്കാൻ പറഞ്ഞാൽ എടുക്കുമോ? എടുക്കില്ല, അല്ലെ? 20 വയസ്സ് മുതൽ 20+ കഴിഞ്ഞാൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിനും APOB ലെവൽസും കണ്ടിന്യൂസ് ആയിട്ട് ചെക്കപ്പ് ചെയ്യണം എന്നാണ് റെഗുലർ ആയിട്ടും പറയപ്പെടുന്നത്, ഇൻ ഓർഡർ ടു കീപ് യുവർ ഹാർട്ട് ഹെൽത്തി. ഓക്കെ, വിഷ് യു ആൾ സക്സസ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. വളരെ മനോഹരമായിട്ടുള്ള, നമ്മളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, എല്ലാവർക്കും നമുക്ക് ആവശ്യമുള്ള കാര്യം. ഹൃദയാഘാതത്തെ കുറിച്ച് നമുക്കറിയാം, എല്ലാവർക്കും ഭയമാണല്ലേ. ഇത് എന്ത് കാണാൻ നമുക്ക് വരുന്നത് ഇപ്പം വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. അതിനെന്ത് നമ്മൾ ചെയ്യണം അതും വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നല്ലൊരു വളരെ വണ്ടർഫുൾ ആയൊരു സെഷനായിരുന്നു ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയത്. അത് ചാറ്റ് ബോക്സിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു രാഘവൻ സാർ, വളരെ മനോഹരമായ സെഷൻ നമുക്ക് തന്നതിന്. ഇതുപോലെ ഇനിയും നമ്മൾ ഒരുപാട് സെഷൻ വെയിറ്റ് ചെയ്യാണ് സാറിൻ്റെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. I wish you well. Okay, good night. Good night.